ഒരു മനുഷ്യൻ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ആകാശലോകവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നാണ് അർത്ഥം. ആകാശലോകവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇവിടുത്തെ അധികാരം ഉപയോഗിച്ചിട്ടോ പണം ഉപയോഗിച്ചിട്ടോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടോ നടക്കുന്ന കാര്യമല്ല. അതൊക്കെ ആകാശത്തിന്റെ റബ്ബ് ആവശ്യമുള്ളവരെ അതാത് സന്ദർഭത്തിൽ തെരഞ്ഞെടുത്ത് അവരുടെ ഹൃദയത്തിന് ഇൻഷിറാഹ് നൽകി അല്ലാഹു തആല ആ മനസ്സിൽ ആ പ്രകാശം ഇട്ടുകൊടുക്കുമ്പോൾ മാത്രം കിട്ടുന്നൊരു സൗഭാഗ്യമാണ് ഷഹാദത്തിന്റെ സൗഭാഗ്യം. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിന്റെ സൗഭാഗ്യം. രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം. മൂന്നാമത്തെ കാര്യം നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഇങ്ങനെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിത്യാദി വിഷയങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമല്ല, അടിസ്ഥാനത്തെ താങ്ങി നിർത്താനുള്ള തൂണുകളാണ്, അടിസ്ഥാനത്തെ താങ്ങി നിർത്താനുള്ള ഊർജമാണ്, അതിന്റെ എനർജിയാണ് ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ. ഏതൊരുത്തർക്ക് ഷഹാദത്തിന്റെ സൗഭാഗ്യം കിട്ടിയോ ആ സൗഭാഗ്യം ലൈവാക്കി മരിക്കുന്നത് വരെ നിർത്താനുള്ള ഏർപ്പാടാണ് ബാക്കി 4 കാര്യങ്ങൾ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 4 കാര്യങ്ങൾ. നിസ്കാരത്തിന് വേണ്ടിയുള്ളതല്ല നിസ്കാരം, ഷഹാദത്തിന് വേണ്ടിയുള്ളതാണ് നിസ്കാരം. നോമ്പിന് വേണ്ടിയുള്ളതല്ല നോമ്പ്, ഷഹാദത്തിന് വേണ്ടിയുള്ളതാണ് നോമ്പ്. സക്കാത്തും ഹജ്ജും സക്കാത്തിന് വേണ്ടിയും ഹജ്ജിന് വേണ്ടിയും ഉള്ളതല്ല, ഷഹാദത്തിന് വേണ്ടിയാണ്. ഷഹാദത്ത് എന്നത് അല്ലാഹുവിൽ നിന്ന് ഔദാര്യമായി കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷിയാകുക, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സാക്ഷിയാകുക, അള്ളാഹുവുമായി ഡയറക്റ്റ് കരാറിലെത്താനുള്ള സൗഭാഗ്യം, അതൊരു വലിയ സൗഭാഗ്യമാണ്. കുറെ ഇൽമുണ്ടായി എന്നതുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു നബിന്റെ കെയർ ഓഫിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു റസൂലിന്റെ കെയർ ഓഫിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു തങ്ങളെ കെയർ ഓഫിലോ ബീവിയുടെ കെയർ ഓഫിലോ കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു ഉസ്താദിന്റെ കെയർ ഓഫിലോ ശൈഖുനാന്റെ കെയർ ഓഫിലോ മൗലാനാന്റെ കെയർ ഓഫിലോ വല്ലാഹി ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് അള്ളാഹു സ്വതന്ത്രമായി അവന്റെ അടിമകളിൽ നിന്ന് അവൻ തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് അള്ളാഹുമായിട്ട് വ്യക്തിബന്ധത്തിലൂടെ കൊടുക്കുന്ന കാര്യമാണ് ഷഹാദ. ഷഹാദ വ്യക്തിബന്ധത്തിലൂടെ, അള്ളാഹുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലൂടെ കിട്ടുന്നതാണത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ സൗഭാഗ്യം അല്ലാഹു തആല നൽകി. മാത്രവുമല്ല ആ സൗഭാഗ്യത്തോടൊപ്പം നുബുവത്തിന്റെ സൗഭാഗ്യവും നൽകി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ റിസാലത്തിന്റെ സൗഭാഗ്യവും നൽകി. അങ്ങനെ ഷഹാദത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അതിന്റെ ഉയർന്ന ദർജയിൽ എത്തിച്ചു അല്ലാഹു തആല. ആ ദർജ ഉപയോഗിച്ചുകൊണ്ട് മാലോകർക്ക് ഇത് വിശദീകരിക്കാൻ തുടങ്ങിയ ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ വിശദീകരിച്ച കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അന്ന് ഇറാഖിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. അവർ ആദം നബിന്റെയും ശീസ് നബിന്റെയും ഇദ്രീസ് നബിന്റെയും അനുയായികളാണ്. അതിന്റെ പാരമ്പര്യത്തിലുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അന്ന് വേറൊരു മതം ലോകത്ത് നിലവിലില്ല, വേറൊരു ആചാരമോ ആദർശമോ ലോകത്ത് നിലവിലില്ല. അന്ന് ലോകത്ത് നിലവിലുള്ളത് തികച്ചും നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, ദിക്ർ ചെയ്യുന്ന, തസ്ബീഹ് ചെയ്യുന്ന, സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുന്ന, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്ന സമൂഹം ജീവിച്ചിരിക്കുന്ന കാലമാണെന്ന്. ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ റസൂലാക്കി നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നിസ്കാരത്തോടൊപ്പം, നോമ്പോടൊപ്പം, സക്കാത്തോടൊപ്പം, അതേപോലെ ദിക്ർ തസ്ബീഹാത്തുകളോടൊപ്പം, ദുആ ദിക്റുകളോടൊപ്പം അവർ അന്ന് ജീവിച്ചിരുന്ന് മരിച്ചുപോയ 5 ഔലിയാക്കളുടെ ഖബറുകളിൽ ജാറങ്ങൾ കെട്ടി, ദർഗകൾ കെട്ടി മുസ്ലിം സമൂഹം ദർഗയിലേക്ക് പോകാൻ തുടങ്ങി. ദർഗയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അത് തടയാനായിരുന്നു ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്നത്. ചരിത്രം പരിശോധിച്ചാൽ മതിയല്ലോ. ഇവിടുത്തെ ഉലമാക്കൾക്ക് എന്താ ചരിത്രം അറിയില്ലേ? പള്ളി ദർസുകളിലും കിതാബുകളിലും നമ്മൾ ഓതി പഠിക്കുന്ന വിഷയമല്ലേ അത്? നിഷേധിക്കാൻ ഒക്കുമോ? സാധാരണക്കാരൻ മനസ്സിലാക്കി പോകരുത് എന്ന് ചിന്തിച്ചിട്ട് അതിനെന്തിനാണ് മറച്ചു വെക്കുന്നത്? വളരെ കൃത്യമല്ലേ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് തർബിയത്ത് നൽകിയിട്ട് നുബുവത്തിന്റെ പദവി നൽകി ഭൂമിയിലേക്ക് അയച്ച 1ാമത്തെ മനുഷ്യനാണ് ആദം. ആദം വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു നബിയും കൂടിയാണ്. ചരിത്രത്തിന്റെ നിർണായകമായ 4 ഘട്ടങ്ങളിൽ 1ാം ഘട്ടത്തിന് വേണ്ടി നായകനാക്കിയത് ആദമിനെയാണ്. ഖുർആൻ എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇംറാൻ അലൽ ആലമീൻ. വളരെ കൃത്യമാണ് കാര്യം. മനുഷ്യൻ എന്ന സൃഷ്ടികളുടെ ചരിത്രം 4 സംക്ഷിപ്തമായ അധ്യായങ്ങളിലാണ്.
ഒന്നാം അധ്യായം മനുഷ്യ ചരിത്രത്തിന്റെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്തിന് അള്ളാഹു നായകനാക്കി നിശ്ചയിച്ചത് ആദമിനെയാണ്. ഇന്നല്ലാഹ ഇസ്തഫാ ആദമ, അള്ളാഹു ആദമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുക. അള്ളാഹു ആദമിനെയാണ് തെരഞ്ഞെടുത്തത് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ചരിത്രത്തിന്റെ 1-ാം ക്ലാസ്സിലേക്ക്. 1-ാം അധ്യായം ആദമ തൊട്ട് നൂഹ് വരെയുള്ള കാലഘട്ടമാണ് മനുഷ്യ ചരിത്രത്തിന്റെ 1-ാം ഘട്ടം. ആ 1-ാം ഘട്ടം 100% ഇസ്ലാമാണ്, 100% മുസ്ലിമാണ്. അല്ലാത്ത ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ദീനല്ലാത്ത വേറെ ഏതെങ്കിലും ദീൻ ചരിത്രത്തിലുണ്ടോ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര നായകത്വത്തിന്റെ തുടർച്ചയിൽ 2 നബിമാരെ കൊണ്ടുവന്നു. ഒന്ന് ശീസ് നബിയും ഇദ്രീസ് നബിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശീസ് നബിയെ 2ാമത്തെ നബിയാക്കി. എന്തിനായിരുന്നു അത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ, അത് ലൈവാക്കി നിർത്തേണ്ടത് എങ്ങനെയാണ്, അത് നഷ്ടപ്പെട്ടു പോകുന്നത്, സസ്പെൻഡായി പോകുന്നത്, ഡിസ്മിസ്സായി പോകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് പഠിപ്പിക്കാനാണ് ആദമിന്റെ 21ാമത്തെ മോനായ ശീസിനെ നബിയാക്കി നിയോഗിച്ചത്. എന്നിട്ട് അവരെ റസൂലാക്കിയില്ല. എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ ഇലാഹത്തിന്റെ പരിപാടി ഇല്ല, ദർഗ പരിപാടി ആ കാലഘട്ടത്തിൽ ഇല്ല. മരിച്ചുപോയതോ ജീവിച്ചിരിക്കുന്നതോ ആയ മഹാന്മാരിലൂടെ അള്ളാനെ പ്രാപിക്കുക എന്നുള്ള ആ അന്ധമായ വിശ്വാസം ആ കാലഘട്ടത്തിലില്ല. ആദം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്തുണ്ടെങ്കിലും അള്ളാഹു മാത്രം എന്നാണ്. അതുകൊണ്ട് അല്ലാത്തൊരു വിശ്വാസത്തെ പറ്റി ആ കാലഘട്ടത്തിൽ ചർച്ചയില്ല. അതുകൊണ്ട് തന്നെ ആദമും വഫാത്തായതിന് ശേഷം പേരക്കുട്ടികൾക്കും അവരുടെ മക്കൾക്കും അള്ളാഹുവിന്റെ ദീനിലെ മുഖ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷഹാദ പറഞ്ഞു കൊടുക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള കരാർ, അള്ളാഹുമായിട്ടുള്ള കരാർ, ആ കരാറിലാണല്ലോ ആദമിന്റെ മക്കൾ ഉള്ളത്. ആ കരാറ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ആ ഷഹാദ ഡിസ്മിസ്സായി പോകാൻ പാടില്ല, ആ ഷഹാദ സസ്പെൻഡായി പോകാൻ പാടില്ല, ആ ഷഹാദക്ക് ഡാമേജുകൾ സംഭവിച്ച് ദുരുപയോഗപ്പെട്ടു പോകാൻ പാടില്ല. ഇത് വളരെ കൃത്യമായി ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു 2ാമത്തെ നബിയായ ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലല്ല. എന്തുകൊണ്ടാണ് റസൂൽ അല്ലാതിരുന്നത്? ദഅവത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. തർബിയത്തിന്റെ ആവശ്യമേ ആ കാലഘട്ടത്തിലുള്ളൂ. തർബിയത്ത് തസ്കിയത്തിനാണ് നുബുവത്ത്, നബിമാര്. ഒരു കുടുംബത്തിൽ തന്നെ 1000-ഉം 10,000-ഉം നബിമാര് വന്ന ചരിത്രങ്ങൾ നമുക്കറിയാം. നബിമാരെപ്പോഴും തർബിയത്തിന് വേണ്ടിയായിരിക്കും. ചിലപ്പം ഭാര്യ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ മാത്രമായിരിക്കും ആ നബിന്റെ ജോലി. വേറെ ആരും ആ നബിന്റെ ഉത്തരവാദിത്തത്തിന് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഗ്രാമത്തില്, അല്ലെങ്കിൽ ഒരു വില്ലേജില്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തില്, അല്ലെങ്കിൽ ഒരു താലൂക്കിലൊക്കെ ആയിരിക്കും 10-100 നബിമാരുണ്ടാവുക. എന്ന റസൂൽ അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന സമയത്തായിരിക്കും റസൂൽ ഉണ്ടാകുക. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നായകനായിരിക്കും ആ റസൂൽ. ആ റസൂലാവട്ടെ 100-200 കൊല്ലം അല്ലെങ്കിൽ ഒരു 1000 കൊല്ലം കൂടുമ്പോഴായിരിക്കും റസൂല് വരുന്നുണ്ടാകുക. എന്താ കാര്യം? അത്രയും കാലമാകുമ്പോഴേക്കും തർബിയത്ത് കുറഞ്ഞു വരുമ്പോൾ ഷഹാദത്തിനാണ് ഡാമേജ് ഉണ്ടാകുക. നിസ്കാരം നിലനിൽക്കും, നോമ്പും സക്കാത്തൊക്കെ നിലനിൽക്കും. പ്രവാചകന്മാരുടെ നബിമാരുടെ അഭാവത്തിൽ നഷ്ടപ്പെടുന്നത് ഷഹാദത്തിന്റെ പൂർണ്ണതയാണ്. ഷഹാദത്തിനാണ് ഡാമേജ് വരിക. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ കരാറ് ലംഘിക്കാനും ലംഘിക്കപ്പെടാനും തുടങ്ങും. ആ ഷഹാദ ലംഘിക്കാനുള്ള ഏർപ്പാടുകൾ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതോടുകൂടി മുസ്ലിമീങ്ങൾ പൂർണ്ണമായും ഷഹാദത്തിൽ നിന്ന് തിരിച്ചുപോയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ നിന്ന് അവർ വിരമിച്ചു കഴിഞ്ഞാൽ നിസ്കാരം നിലനിൽക്കുന്നുണ്ടാവും, നോമ്പ് നിലനിൽക്കുന്നുണ്ടാകും, സക്കാത്തും ഹജ്ജും നിലനിൽക്കുന്നുണ്ടാകും. പക്ഷെ നഷ്ടപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയാണ്. എന്താണ് ഈ ഷഹാദ? നമുക്ക് വിശദീകരിക്കാം, അള്ളാഹു സമയം അനുവദിച്ചെന്നെങ്കിൽ. നഷ്ടപ്പെട്ടത് ഷഹാദയായിരിക്കും. അള്ളാഹുമായി നടത്തിയ കരാറ് ഒന്നിക്കൽ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് സസ്പെൻഡ് ആകുകയോ ഡിസ്മിസ് ആകുകയോ ചെയ്തിട്ടുണ്ടാകും. സസ്പെൻഡ് ആയാൽ തൗബ കൊണ്ട് തിരിച്ചു വരാം, ഡിസ്മിസ് ആയാൽ ചിലപ്പോൾ തിരിച്ചു വന്നോളണമെന്നില്ല, കാലാകാലം നരകത്തിലേക്ക് പോകാം. ഷഹാദത്ത് സസ്പെൻഡ് ആകുന്നവർ ചിലപ്പോൾ തിരിച്ചു വന്നെന്ന് വരും, അള്ളാഹു അവരെ തിരിച്ചെടുത്തെന്ന് വരും. അള്ളാഹു എങ്ങാനും ഷഹാദത്തിൽ നിന്നൊരാളെ ഡിസ്മിസ് ചെയ്താൽ പിന്നെ ഒരാൾക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. അയാൾ മരിക്കും, മരിച്ചാൽ കാലാകാലം ഖാലിദം ഫീഹ, നരകത്തിൽ ശാശ്വതമായി ഭവിക്കും. പേരറബി ഭാഷയിലായിരിക്കും. അയാളെ നെറ്റിക്ക് നിസ്കരിച്ച തഴമ്പും ഉണ്ടാവും. അയാളുടെ ഡ്രസ്സും നല്ല ഇസ്ലാമിക വേഷമായിരിക്കും. സംഗതി നല്ല താടി ഉണ്ടാകാം,
തഹജ്ജുദ് വരെ ഒഴിവാക്കാതെ നിസ്കരിക്കുന്ന ആളുമായിരിക്കാം, ഫർളും സുന്നത്തും നോമ്പ് കൃത്യമായി നോക്കുന്ന ആളായിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഉംറക്ക് പോകുന്ന ആളായിരിക്കാം, ചിലപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഹജ്ജിനും പോകുന്ന ആളായിരിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യമായ ഷഹാദ അത് ഡിസ്മിസ് ആക്കി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇയാൾക്ക് ഉപകരിക്കുകയില്ല. വല്ലാഹി അയാള് കാലാകാലം നരകത്തിലാണ്. നേരെമറിച്ച് സസ്പെൻഷനിലാണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തെന്ന് വരും. അയാളെ തൗബയുടെ പൂർണ്ണത കൊണ്ടോ അല്ലെങ്കിൽ നിരാശ നദം അത്തൗബത്തു അന്നദം ഖേദപ്രകടനത്തിലൂടെയോ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തു, പക്ഷെ ഇടക്കാലത്ത് ഞാൻ ദർഗകളിലേക്ക് പോക്ക് തുടങ്ങി, ശൈഖന്മാരെ ഇടക്ക് നിർത്തൽ തുടങ്ങി, എന്റെ അള്ളാഹിനോട് ഞാൻ കരാറ് ചെയ്തതിനെതിരാണത്. എന്റെ അള്ളാഹ്ക്ക് ഞാൻ കൊടുത്ത കരാറ് അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം അല്ലാഹുവേ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ ആവശ്യം നിന്നോട് മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ, നിനക്ക് മാത്രമേ ഞാൻ എന്തും ചെയ്യുകയുള്ളൂ, നിനക്ക് അവകാശപ്പെട്ടതൊരക്ഷരമാണെങ്കിലും അത് നിനക്ക് മാത്രം ഞാൻ നൽകും. നീയല്ലാത്തൊരു ശക്തിക്ക് നൽകുന്ന പ്രശ്നമില്ല, നീയല്ലാത്തൊരു വ്യക്തിക്ക് നൽകുന്ന പ്രശ്നമില്ല, നീയല്ലാത്തൊരു ശൈഖിനോ വലിയിനോ നബിക്കോ റസൂലിനോ ജിന്നിനോ മലക്കിനോ നൽകുന്ന പ്രശ്നമില്ല, നീയല്ലാത്തൊരു മഹാനോ മഹദിയെയോ ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് കരാറ്. ഇതാണ് ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ അള്ളാഹ് കൊടുത്ത കരാർ. ഈ കരാറ് ലംഘിക്കപ്പെടുമ്പോഴാണ് റസൂലുകൾ വരുന്നത്. മതക്കാരെ നന്നാക്കാനല്ല റസൂല് വന്നത്. റസൂലുകൾ വന്നത് മറ്റ് മതക്കാരെയോ ഇസക്കാരെയോ നന്നാക്കാനല്ല. അവരൊക്കെ ഈ നെല്ലിനിടുന്ന വളം കിളകൾ തിന്നുന്നത് പോലെ മുസ്ലിമീങ്ങൾക്ക് ഷഹാദത്ത് പുതുക്കാൻ വേണ്ടിയിട്ട് പ്രബോധനങ്ങൾ നടത്തുമ്പോൾ അമുസ്ലിമീങ്ങളെയും കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കും. ആ ഓർമ്മ തിരുത്തുകയും അത് അവർ നടപ്പിലാക്കുകയും അവർ അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്യുമ്പോൾ മുഹമ്മദി ഉമ്മത്തിന് ഒരു സൗഭാഗ്യമുണ്ട്. മറ്റു മതത്തിലുള്ളവർക്കും ഷഹാദത്തിൽ തിരിച്ചു വരാം എന്ന സൗഭാഗ്യം. അടിസ്ഥാന ദഅവത്ത് മുസ്ലിമീങ്ങളോടാണ്. അടിസ്ഥാന ദഅവത്ത് മുസ്ലിമീങ്ങളോടാണ്. ഒരിക്കലും ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അമുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളാക്കാനാണ്, കൺവെർട്ട് ചെയ്യിപ്പിക്കാനാണ്, മതം മാറ്റാനാണ് ഈ ഇസ്ലാമിക പ്രബോധനം. വല്ലാഹി ആരെയും മതം മാറ്റാനല്ല ഇസ്ലാമിക പ്രബോധനം, മതക്കാരെ മതം മാറ്റാനല്ല ഇസ്ലാമിക പ്രബോധനം. മറിച്ച് അള്ളാഹുമായി ഷഹാദത്തിലേർപ്പെട്ട സമൂഹം അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ആ ഷഹാദത്ത് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ആ ഷഹാദ് ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഷഹാദത്തിന് വിള്ളൽ പോറലേറ്റിട്ടുണ്ട്. അത് തിരുത്താനും തിരിച്ച് വീണ്ടും കരാറിലേക്ക് മടങ്ങി വരാനുമുള്ള ആഹ്വാനമാണ് ദഅവത്തോട് ഉദ്ദേശിക്കുന്നത്. അതാണ് ദഅവത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിക്കുന്നത് ഈ രീതിയിൽ ഷഹാദത്ത് നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാനല്ല, മറിച്ച് ഷഹാദത്തിൽ ഏർപ്പെട്ടവരുടെ ഷഹാദ ദുർബലപ്പെട്ട് പോകാതിരിക്കാനുള്ള തർബിയത്താണ് നബിമാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്നുബുവത്തുൽ തർബിയ എന്ന് പറഞ്ഞത്. നബിമാരെ അല്ലാഹു നിയോഗിക്കുന്നത് അതാത് കാലഘട്ടത്തിൽ ഒന്നിക്കിൽ അവരെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയായിരിക്കും. ചിലപ്പോൾ ആ കുടുംബത്തിലെ ഉപ്പമക്കൾക്കും വേണ്ടി മാത്രമായിരിക്കും ഒരാൾ നബിയാകുന്നുണ്ടാകുക, അല്ലെങ്കിൽ അവരെ തറവാട്ടുകാർക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരു നബി വരുന്നുണ്ടാകുക. നാട്ടുകാരുടെ മൊത്തത്തിൽ ഉത്തരവാദിത്വമൊന്നും നബിമാർക്ക് ഉണ്ടാകുകയില്ല. ഒരു വലിയ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ തർബിയത്ത് കൊടുക്കുന്ന ജോലിയാണ് നബിമാർക്ക് ഉണ്ടാകുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതിന് ശേഷം ആദം നബിന്റെ പേരക്കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം, ആയിരുന്നില്ലേ? ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തുകൊണ്ടിരുന്നത് മതം മാറ്റുകയായിരുന്നു. ആരെങ്കിലും അന്ന് വേറെ ഏതെങ്കിലും മതങ്ങളുണ്ടോ ലോകത്ത്? ആദം നബി പഠിപ്പിച്ച ഇസ്ലാം ദീനല്ലാതെ വേറെ ദീനുണ്ടോ അന്ന് ലോകത്ത്? ചരിത്രം പരിശോധിക്കരുതോ? ബഹുമാനപ്പെട്ട ആദം നബി തൊട്ട് നൂഹ് നബി വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രം പഠിക്കേണ്ടത് ആവശ്യമല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ ഇന്നല്ലാഹു അസ്തഫ ആദം എന്ന്. ചരിത്രത്തിന്റെ 1-ാം അധ്യായം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റേതാണ് എന്ന്. നൂഹൻ 2-ാം അധ്യായം നൂഹ് നബിയുമായി ബന്ധപ്പെട്ടതാണ്. ആല ഇബ്രാഹിം 3-ാം അധ്യായം ഇബ്രാഹിം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4-ാം അധ്യായം ആല ഇമ്രാൻ ഇമ്രാന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 4 അധ്യായമല്ലേ അല്ലാഹു തആല ലോക ചരിത്രത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ 1-ാം അധ്യായത്തെ മാറ്റിവെച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ആചാരങ്ങളെ ആദർശമാക്കി മാറ്റാൻ പുരോഹിതന്മാരെ മെനക്കെട്ടു എന്നതുകൊണ്ട് ഇസ്ലാം പൂർത്തിയാകുമോ? അതുകൊണ്ട് ഷഹാദ പൂർത്തിയാകുമോ?
അതുകൊണ്ട് പൂർവികന്മാരായ അംബിയ മുർസലീങ്ങളോടുള്ള തുടർച്ച നമുക്ക് ലഭ്യമാകുമോ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ, ഉലമാക്കളടക്കം, ഉമറാക്കളടക്കം, മുദരിസുമാര്, ഖാദിമാര്, അവരൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വളരെ അനിവാര്യമായൊരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ആർക്കും തിരിഞ്ഞിട്ടില്ല എന്ന് പറയാനല്ല, മറിച്ച് 1400 കൊല്ലം പഴക്കമുള്ള കേരളത്തിലെ തെക്കേ ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രത്തില് ഏതാണ്ട് 1200 കൊല്ലമായി ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. മനഃപൂർവം ആരോ ഇടയ്ക്ക് കയറി ഈ ഷഹാദത്തിന്റെ ചർച്ച നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഹൽക്കയിലും ബിരിയാണിയിലും ചെന്ന് അവസാനിച്ചത്. മുഹമ്മദുർ റസൂലുള്ള സലാത്ത് ഹൽക്കയിലും ബിരിയാണിയിലും ചെന്ന് അവസാനിച്ചത് ആരുടെയോ ഇടപെടൽ, അപകടകരമായ ഇടപെടൽ ഇടയ്ക്കുണ്ടായി എന്നതുകൊണ്ടാണ്. അതെ, ദീനുൽ ഇസ്ലാമിന്റെ ഘടകശത്രു, പ്രഥമ ശത്രുവാണ് ജൂത സമൂഹം. അത് ആ കാലഘട്ടത്തിൽ, അഷ്റഫുൽ ഖൽക്കിന്റെ കാലഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ലോകാവസാനം വരെ ഭൂലോകത്ത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ. അവരുടെ മെഷണറിയാണ് സയണിസം. രണ്ടാമത്തെ വിഭാഗമാണ് നസ്വാറാക്കൾ. അവരുടെ മെഷണറിയാണ് ഓറിയന്റലിസം. മൂന്നാമത്തെ സമൂഹമാണ് കമ്മ്യൂണിസം. അവരുടെ മെഷണറിയാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ചിന്താധാരകൾ. ഇതൊക്കെ ഓരോ മെഷണറികളാണ്. ഈ മെഷണറികൾക്കെല്ലാം കൃത്യമായ ഒരു അടിസ്ഥാന അജണ്ടയുണ്ട്. അതെന്താണ്? ഭൂലോകത്ത് മുസ്ലിമീങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ നിലനിർത്തുന്നവരുണ്ടാകാൻ പാടില്ല, നിസ്കരിക്കുന്നവരുണ്ടാകാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമില്ല. നോമ്പുള്ളവരുണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധവരിക്കില്ല. മുസ്ലിമീങ്ങൾ നോമ്പ് നോറ്റോട്ടാനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കും. സയനിസ്റ്റുകളും പിന്നെ നോമ്പ് വെക്കാൻ സൗകര്യം ചെയ്തു തരും, നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു തരും. ഫാസിസ്റ്റുകളും നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു തരും. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു തരും. മതക്കാരും നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു തരും. നോമ്പ് വെക്കാനും ഹജ്ജ് ചെയ്യാൻ എത്ര നല്ല സംവിധാനമാണ് ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 200 രാജ്യങ്ങളിൽ നിന്നായി ഹാജിമാര് മക്കത്തെത്തുകയല്ലേ? 200 രാജ്യങ്ങളിലായി ലോകത്തുനിന്ന് ഹാജിമാർ മക്കത്തെത്തുകയല്ലേ? ആ ഭരണകൂടങ്ങളെല്ലാം ഹാജിമാർക്ക് മക്കത്തെത്താൻ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദീനുൽ ഇസ്ലാമിന്റെ 4 അനുഷ്ഠാന പ്രമാണങ്ങൾ അത് നിലനിന്നു എന്നതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കുകയില്ല ഈ പറയുന്നവർക്ക്. അവര് പേടിക്കുന്നത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ സജീവമാക്കുന്ന സമൂഹം ഭൂലോകത്ത് വന്നു പോകുമോ എന്നാണ്. എന്താണതിന് കാരണം? ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ആകാശവുമായിട്ട് ബന്ധം വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ജീവനോടെ നിൽക്കണം. ഷഹാദ ബാത്തിലാകലോടുകൂടി ആകാശവുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ആകും. അതോടുകൂടി മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ആകാശത്തിലെത്തുകയില്ല. ഭൂമിയിലാവട്ടെ മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ ഭൗതിക സംവിധാനങ്ങൾ ഇല്ലതാനും. അപ്പൊ ആകാശത്തിലും കൈയില്ല, ഭൂമിയിലും കൈയില്ല. ഈ രീതിയിൽ ആകാശ ഭൂമികൾക്കിടയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമായി മുസ്ലിമീങ്ങൾ മാറും. ഇതാർക്കറിയാം? ജൂതന്മാർക്ക് നന്നായിട്ടറിയാം, നസറക്കൾക്ക് നന്നായിട്ടറിയാം, ഓറിയന്റലിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഇത് നന്നായിട്ടറിയാം. അവരിൽ നിന്ന് ഫാസിസ്റ്റുകളും ഇതിപ്പോൾ പഠിച്ചെടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആയുധ സംഘട്ടനത്തിലൂടെ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അത് കുരിശ് വിപ്ലവത്തിലൂടെ പഠിച്ചതാണ്. 11ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ കുരിശ് വിപ്ലവം 15ാം നൂറ്റാണ്ടിലാണ് അവസാനിക്കുന്നത്. ഒരു ചുക്കും ചെയ്യാൻ റോമിന് കഴിഞ്ഞിട്ടില്ല. കുറെ മുസ്ലിം പ്രദേശങ്ങളെ അടക്കി ഭരിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഇസ്ലാമിന്റെ ഒരു 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 രോമത്തിന് കുഴപ്പമുണ്ടാക്കിയെടുക്കാൻ കുരിശ് വിപ്ലവക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. കുരിശ് വിപ്ലവത്തിന് ശേഷം പിന്നെ വന്നത് യൂറോപ്പിന്റെ സെക്യുലർ വിപ്ലവമാണ്. സെക്യുലർ വിപ്ലവം യൂറോപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്ത് മുഴുവനും അരങ്ങേറി. സെക്യുലറിസത്തിന്റെ പേരിൽ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായി 15ാം നൂറ്റാണ്ടിന് ശേഷം. ഈ സെക്യുലർ വിപ്ലവം കൊണ്ടും ഇസ്ലാമിന് ഒരു പോറലുണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഫാസിസ്റ്റ് വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് വിപ്ലവവും ആണ്. 18, 19 നൂറ്റാണ്ടുകളിൽ നാം കണ്ടത് അതാണ്. അവർക്കും ദീനുൽ ഇസ്ലാമിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുറെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ സ്വത്ത് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. അത് മുസ്ലിമിനെ സംബന്ധിച്ചുള്ളൊരു വിഷയമേ അല്ല. എന്തുകൊണ്ടാണ്?
ഇസ്ലാമിന്റെ പേരിലാണ് ഈ മുസ്ലിം വധിക്കപ്പെടുന്നതെങ്കിൽ അവൻ ഉടലോടെ സ്വർഗത്തിലേക്കാണ്. അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് അവനിക്ക് നാളത്തേക്കുള്ള നിധിയാണ്. ആ രീതിയിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ് മുസ്ലിം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ശരീരത്തിനോ സമ്പത്തിനോ കുഴപ്പമുണ്ടാക്കി ഇസ്ലാമിനെ ഇല്ലാതാക്കാം എന്നാണ് നിൽക്കുന്നത്. വിഡ്ഢിത്തമാണ്, ഫാസിസ്റ്റുകൾക്കുണ്ടായ വിഡ്ഢിത്തം പോലെ. വല്ലാഹി നടക്കുന്ന കാര്യമല്ല അത്. അതേ സന്ദർഭത്തിൽ ദീനുൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവരെല്ലാം കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ആലോചിച്ചു. അന്നത്തെ റോമിലെ ക്രിസ്ത്യാനികൾ, പേർഷ്യയിലെ മജൂസികൾ, അതേപോലെ തന്നെ ഖൈബറിലെ ജൂതന്മാർ, മക്കയിലെ മുശ്രിക്കീങ്ങൾ, ഇവര് 4 പേരും കൂടി മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ആലോചിച്ചു, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ എന്താണ് ഏറ്റവും നല്ല വഴിയെന്ന്. അല്ലേ? അങ്ങനെയല്ലേ ഹുനൈനിലേക്ക് പോയ സഖ്യസേന ഉണ്ടായത്, ഖന്തക്കിലേക്ക് പോയ സഖ്യസേന ഉണ്ടായത്? അങ്ങനെയല്ലേ? എല്ലാ ചപ്പ് ചവറും ആച്ചിപ്പട്ടകളും കൂടി ഒരു സംഘമുണ്ടായി ഏതാണ്ട് ആയുധമേന്തി വളരെ ചെറിയൊരു ന്യൂനപക്ഷമായ ഇസ്ലാമിനെയും മുഹമ്മദ് മുസ്തഫ തങ്ങളെയും ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളെയും ഇല്ലാതാക്കാൻ പുറപ്പെട്ട സഖ്യസേന ഖന്തക്കിൽ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചെടുക്കണം. ഹുനൈനിൽ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1000 കൊല്ലം കഴിഞ്ഞ് 1300 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അത്യാധുനിക സഖ്യസേന ഉണ്ടായത്. അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി, റഷ്യൻ കമ്മ്യൂണിസം, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സെക്യുലറിസം, അതേപോലെ തന്നെ മറ്റ് യൂറോപ്യൻ ഫാസിസം, ഇവര് 4 പേരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് സഖ്യസേന ഉണ്ടാക്കി. എന്തിന്? 19-ാം നൂറ്റാണ്ടിൽ ദീനുൽ ഇസ്ലാമിനെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി. സംഭവിച്ചതോ 20-ാം നൂറ്റാണ്ട് ഉണ്ടാകുമ്പോഴേക്കും ഇസ്ലാമിന്റെ ശബ്ദം നാൾക്കുനാൾ ഉയർന്നു എന്നതല്ലാതെ 1 ഇഞ്ച് പിറകോട്ടടിപ്പിക്കാൻ ഈ സഖ്യസേനയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് പരമാർത്ഥം. ഇത് 21-ാം നൂറ്റാണ്ടാണ് ഇപ്പോൾ. എത്രത്തോളം നിങ്ങൾ ചരിത്രപരമായ പഠനമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അറിഞ്ഞേ പറ്റൂ. ദീനുൽ ഇസ്ലാമിനെ പറയുമ്പോൾ, ദീനുൽ ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദ പറയുമ്പോൾ ഈ വിഷയങ്ങൾ മുഴുവനും പറഞ്ഞേ പറ്റൂ. നിസ്കാരം പറയുമ്പോൾ ജനാബത്ത് കുളി, ഹൈദ് കുളി, നിഫാസ് കുളി, മറ്റേ കുളി, മറിച്ചേ കുളി ഒക്കെ നിസ്കാരം പറയുമ്പോൾ പറയാം. നോമ്പ് പറയുമ്പോൾ എങ്ങനെയാണ് നോമ്പ് മുറിയാന്നുള്ള കാര്യങ്ങൾ പറയാം. ഹജ്ജ് പറയുമ്പോൾ ഹജ്ജിന്റെ കാര്യം പറയാം. സക്കാത്ത് പറയുമ്പോൾ സക്കാത്തിന്റെ കാര്യം പറയാം. സക്കാത്തും ഹജ്ജും നിസ്കാരവും പറയാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട അഖില ലോക കൂട്ടായ്മകളെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യം പറയണമെങ്കിൽ ഈ കൂട്ടായ്മയെ പറ്റി ചർച്ച ചെയ്തേ പറ്റൂ. എന്തിനാണത്? മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് മനസ്സിലാവാൻ. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരം. നിസ്കാരം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, നോമ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, സക്കാത്ത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഹജ്ജ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ അടിസ്ഥാനം ഷഹാദത്താണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 തൂണിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇസ്ലാം. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ 5 തൂണിൽ അടിസ്ഥാന തൂണ്, മധ്യത്തിലുള്ള തൂണ്, നടുത്തൂണ് അത് ഈ ഷഹാദത്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. 4 ഭാഗത്തുള്ള 4 മൂലക്കുള്ള 4 തൂണാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഈ 4 തൂണിൽ ഒരു നൂണിന് എന്തെങ്കിലും ബലക്കേട് പറ്റിയാൽ ഇസ്ലാം അങ്ങനെ പൊളിഞ്ഞു വീണു പോകൂല. നേരെ മറിച്ച് ആ ഒരു തൂണുണ്ടല്ലോ, അതിന് ബലക്കുറവ് വന്നാൽ 4ഉം എത്രയും പെട്ടെന്ന് പൊളിയുന്നതാണ്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇവിടെയാണ് നാം ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊള്ളുന്നത്. ചരിത്രം നാം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്, ചരിത്രം പഠിക്കാതുകൊണ്ട്. ഇന്നലെയും മിഞ്ഞാന്നും നടന്ന നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകാടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ ഭൂലോകത്ത് സമർപ്പിക്കാൻ അല്ലാഹു തആല സ്വീകരിച്ച സുന്നത്ത്, നടപടിക്രമം, അതാണ് നാം ചർച്ച ചെയ്യുന്നത്. അതാണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട. സലഫികളുടെ ഉത്തരവാദിത്തം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ 2 വിഭാഗമാണ് മുസ്ലിമീങ്ങൾ. 1-ാമത്തെ വിഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തു, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തു, കരാറ് ചെയ്തു. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മഅബൂദാകാൻ എന്റെ എന്ത് ആവശ്യവും സമർപ്പിക്കാൻ അർഹതയുള്ള ഒരുത്തനേ ഉള്ളൂ, അവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ സമർപ്പിക്കുള്ളൂ. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് അല്ലാഹു കൊടുത്ത 1-ാമത്തെ കരാറ്.
അതെങ്ങനെയാണ് തെളിയിക്കുക? എങ്ങനെയാണ് ആ കരാർ നീ പൂർത്തിയാക്കുക? അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് പൂർത്തിയാക്കുക? അതെ, അല്ലാഹു തആല പറഞ്ഞു തന്നു, അത് പൂർത്തിയാക്കാൻ രണ്ടാമത്തെ ഒരു കരാർ നീ ഉണ്ടാക്കണം. എന്താണ് ആ കരാറ്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹ് അതാത് കാലഘട്ടത്തിൽ നിയോഗിച്ചയക്കുന്ന റസൂലുകൾ, ആ റസൂൽ എന്താണോ പറഞ്ഞു തരുന്നത് അതനുസരിച്ചായിരിക്കും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ കരാർ പൂർത്തിയാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ കരാർ എങ്ങനെ പൂർത്തിയാക്കും? രണ്ടാമത്തെ ഷഹാദ അനുസരിച്ച് പൂർത്തിയാക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ഷഹാദ വ്യത്യസ്തമാണ്. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ രണ്ടാമത്തെ ഷഹാദ അശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്നായി. അടിസ്ഥാന ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അടിസ്ഥാന ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. അനുബന്ധ ഷഹാദ വഅന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാർ എങ്ങനെ പൂർത്തിയാക്കും? ഇബ്രാഹിം ഈ റിസാലത്തും ശരീഅത്തും അനുസരിച്ച് പൂർത്തിയാക്കും. അത് കഴിഞ്ഞപ്പോ പിന്നെ വന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാനം ഒന്ന് തന്നെ. എങ്ങനെ പൂർത്തിയാക്കും? അശ്ഹദു അന്ന മൂസ റസൂലുള്ളാഹ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തും ശരീഅത്തും അനുസരിച്ച് പൂർത്തിയാക്കും. അത് കഴിഞ്ഞപ്പോ പിന്നെ വന്നു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അടിസ്ഥാന കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. രണ്ടാമത്തെ കലിമ അശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്നായി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദ എങ്ങനെ പൂർത്തിയാക്കും? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തും ശരീഅത്തും അനുസരിച്ച് പൂർത്തിയാക്കും. പിന്നെ വന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിസ്ഥാന കലിമ അത് തന്നെ. രണ്ടാമത്തെ കലിമ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ എങ്ങനെ പൂർത്തിയാക്കും? മുഹമ്മദി റിസാലത്തും മുഹമ്മദി ശരീഅത്തും അനുസരിച്ച് പൂർത്തിയാക്കും. മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു റസൂൽ വരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാന കലിമ എപ്പോഴും ഉള്ളതുപോലെ നിലനിൽക്കും. അനുബന്ധ കലിമ മുഹമ്മദുർ റസൂലുള്ളാഹിൽ അവസാനിക്കുകയും ചെയ്യും. എത്ര കൃത്യമാണ് കൂട്ടരെ ഇസ്ലാമിന്റെ പ്രമേയം! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ദീനുൽ ഇസ്ലാം രാജകീയ എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പറ്റില്ലല്ലോ, മനസ്സിലാക്കി എടുക്കണമല്ലോ. ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കണക്കൂട്ടിയിരിക്കുന്നത്? ഹൈലൻഡ് നിഫാസിന്റെ ആൾക്കാർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ദിക്ർ കേൾക്കുകയും ബിരിയാണിയും സലാത്ത് കേൾക്കുകയും ബിരിയാണി അവർക്കിത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ദീനുൽ ഇസ്ലാം മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാകും? ഏറി വന്നാൽ ഒരു 15,000 കൊല്ലം, അതിനപ്പുറത്തായിട്ടില്ലല്ലോ. എല്ലാ ചരിത്രം, മോഡേൺ ഹിസ്റ്ററി പരിശോധിച്ചാലും, ഇസ്ലാമിക് ഹിസ്റ്ററി പരിശോധിച്ചാലും, മുസ്ലിം ഹിസ്റ്ററി പരിശോധിച്ചാലും, അതേപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരന്റെ ഉക്തികൾ എടുത്തുദ്ധരിച്ചാലും, ഏത് വഴിക്ക് പോയാലും 15,000 കൊല്ലത്തിനപ്പുറത്ത് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചതായിട്ട് തെളിയിക്കാൻ കഴിയില്ല. എല്ലാവരും സമ്മതിച്ച വിഷയമാണ്. അവസാനമായി ഒരു എൻസൈക്ലോപീഡിയ, മലയാളത്തിലൊരു എൻസൈക്ലോപീഡിയ ഉണ്ട്. 1973 മുതൽ BC AD 1973 മുതൽ BC 35,000 വരെ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈക്ലോപീഡിയ. ആ എൻസൈക്ലോപീഡിയയിൽ മനുഷ്യന്റെ ചരിത്രം BC 1973 നിന്ന് അങ്ങോട്ട് ഏതാണ്ട് 12,000 കൊല്ലം അപ്പുറത്ത് വരെ മാത്രമേ അവർ ഉദ്ധരിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്ത് മനുഷ്യന്റെ ചരിത്രം കാണുന്നില്ല എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇസ്ലാം പാർട്ടിക്കാർക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല. കാരണം എന്താ അറിയോ? ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാര് എന്ത് ഛർദ്ദിച്ചാലും അത് തിന്നാന്നുള്ള കുറെ ഇസ്ലാം ബുദ്ധിജീവികളുണ്ട്. മുസ്ലാം ബുദ്ധിജീവികള്, സിയാസി ഇസ്ലാമിന്റെ ആൾക്കാര്, ഇസ്ലാമിയ സിയാസിയന്റെ ആൾക്കാര്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലിന്റെ ആൾക്കാര്. അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? തലിക്കെട്ടും കെട്ടി താടിയും വെച്ച് മുസ്ലിയാര് പറയുന്നതല്ലേ, ക്ലീൻ ഷേവും നടത്തി കഴുത്തിന് കോണോനും കെട്ടിയിട്ട് മറ്റോൻ പറഞ്ഞതല്ലല്ലോ. മറ്റോൻ പറഞ്ഞതാണെങ്കിൽ നമുക്കത് അറിവായി പരിഗണിക്കാം. മുസ്ലിയാര് പറഞ്ഞത് വേറെ ഒരു കഥയായിരിക്കുമല്ലേ എന്ന ചിന്താഗതിക്കാരാണ് ഈ മുഹമ്മദ് റസൂലിന്റെ ഈ സയൻസ് റസൂലക്കാർ എന്ന് പറഞ്ഞാൽ. അതാരാന്ന് എന്നെ കൊണ്ട് വിശദീകരിപ്പിക്കണ്ട, ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ് നിങ്ങളോട്. അല്ല, അങ്ങനെയല്ലേ കാര്യം? ഇവിടെയാണ് മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിന്റെ തനതായ പൊരുൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവർ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ, അത് ചരിത്രത്തിന്റെ ഫൈനൽ ചരിത്രകാരന്മാരായി. ഇനി ചരിത്രത്തിന് പുതിയ പരിപാടിയില്ല. മനുഷ്യ ചരിത്രത്തിന്റെ വാർദ്ധക്യ ദശയാണ് മുഹമ്മദി റിസാലത്തിന്റെ ദിശ. ഇനി ഖിയാമത്ത് നാളിനെ അഭിമുഖീകരിക്കുക എന്നതാണ് മുഹമ്മദി റിസാലത്തും ശരീഅത്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പുതിയ റിസാലത്തില്ല, പുതിയ നുബുവത്തില്ല, പുതിയ ശരീഅത്തില്ല. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് ഈ കാര്യമാണ് നമ്മൾ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വിഭാഗം തെളിഞ്ഞു വരും.
മുസ്ലിം ചരിത്രത്തിൽ 1400 കൊല്ലത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ 2 വിഭാഗം തെളിഞ്ഞു വരും. ഈ 2 വിഭാഗവും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഅവത്ത് അടിസ്ഥാനപരമായി അവരോടാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരും ഷഹാദത്ത് അല്ലാഹ്ക്ക് കൊടുത്തവരല്ല. ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറില്ല. ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് ഈ ഷഹാദത്ത് പ്രഖ്യാപിക്കാറുണ്ടോ? അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾ അള്ളാഹുമായി ഷഹാദത്തിലല്ല, കരാറിലല്ല എന്നുള്ള കാര്യം വ്യക്തമായല്ലോ. ജൂതപ്പള്ളിയിൽ എവിടെയെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ദ്രാവിഡ അമ്പലത്തിൽ വെച്ച് ആര്യ ക്ഷേത്രത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? ദ്രാവിഡ അമ്പലത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്ന് വിളിക്കാറുണ്ടോ? മനസ്സിലാകുന്ന വിഷയം എന്താണ്? ഈ പറയപ്പെട്ടവരാരും ഷഹാദത്തിലല്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഈ പറയപ്പെട്ട മതക്കാരും അള്ളാഹുമായി കരാറിലല്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്താണ് അവരെന്താണ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒറ്റ ദിവസം കൊണ്ടും 2 മണിക്കൂർ കൊണ്ട് എല്ലാം ചർച്ച ചെയ്യണമെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ കീറി മുറിച്ച് അലുവ മുറിച്ചതുപോലെ എഴുതി വായിച്ച് പ്രസംഗിക്കുന്ന എനിക്ക് പറ്റൂല, എന്നെ കൊണ്ടത് പറ്റൂല. എവിടെയാണോ എത്തുന്നത് അവിടെ തീരും, പിന്നെ ബാക്കി ഏതെങ്കിലും നാട്ടിലായിരിക്കും പറയാം, അവിടെ കേൾക്കേണ്ടി വരും. അള്ളാഹു ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല കൂട്ടരെ. മുസ്ലിമീങ്ങൾ എല്ലാവരും പള്ളികളിൽ വെച്ച് 2 ഷഹാദ പ്രഖ്യാപിക്കുന്നവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവരാണ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഅവത്ത് അടിസ്ഥാനപരമായി അവരോടാണ്. അതായത് ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നവരോടാണ് നമ്മുടെ ദഅവത്തിന്റെ അടിസ്ഥാനം. അനുബന്ധം മാത്രമാണ് മറ്റു മതക്കാരോട്. മറ്റു മതക്കാരോടുള്ള ദഅവത്ത് ഓർമ്മിപ്പിക്കലാണ്. എന്താണത്? ആകാശലോകത്ത് വെച്ച് അള്ളാന്റെ റുബൂബിയത്തിന് കൊടുത്ത ഷഹാദത്തിനെ പറ്റിയുള്ളൊരു ഓർമ്മിപ്പിക്കലാണ്. അത് മുഹമ്മദി ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്, മുഹമ്മദി ഉമ്മത്തിന്റെ ബാധകമായതാണ്. മുഹമ്മദി ഉമ്മത്ത് 2 വിഭാഗമാണ്. ഒന്ന് ഉമ്മത്തുൽ ദഅവ, മറ്റേത് ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തുൽ ദഅവ, ഉമ്മത്തുൽ ഇജാബ. മുഹമ്മദി ഉമ്മത്തിന്റെ പ്രത്യേകത അതാണ്. ഉമ്മത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുക്കണമെന്ന് അള്ളാഹുവിൽ നിന്ന് വിളി വന്നപ്പോൾ ഏറ്റവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇവരാണ് ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തുൽ ദഅവ ആരാണ്? ഇവിടുത്തെ മതക്കാരാണ്. ഉമ്മത്തുൽ ദഅവ മതക്കാരാണ്. അവരുടെ ഈ വിളി എപ്പോഴും തുടരും. എന്തുകൊണ്ട്? അവർ ആകാശലോകത്ത് റുബൂബിയത്തിന് ഷഹാദത്ത് കൊടുത്തിട്ട് വന്നവരാണ്. മതക്കാരും ഷഹാദത്തുമായി ബന്ധമില്ലാത്തവരല്ല, അള്ളാഹുമായി ബന്ധമില്ലാത്തവരല്ല. എല്ലാവർക്കും അള്ളാഹുമായിട്ട് റുബൂബിയത്തി ബന്ധമുണ്ട്. റുബൂബിയത്തിന് ഷഹാദത്ത് പറഞ്ഞ ബന്ധമുണ്ട്. അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഉമ്മത്തുൽ ഇജാബയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് മുഹമ്മദി ഉമ്മത്തിലെ ഉലമാക്കൾ മറ്റു മതക്കാരെയും കൂടി ദീനുൽ ഇസ്ലാമിനെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് ഉമ്മത്തുൽ ഇജാബയെ ചർച്ച ചെയ്യാം. ഉമ്മത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മറുപടി കൊടുത്തവർ. എന്താണ് അള്ളാന്റെ കൽപ്പന? നിങ്ങൾ എന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അഥവാ എന്തുണ്ടെങ്കിലും എന്നോട് മാത്രം എന്നത് നിങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പന അതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും. തയ്യാറുണ്ടോ നിങ്ങൾ? ഓ മനുഷ്യരെ, നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളെ റബ്ബോട് മാത്രമേ ആവാവൂ. ഐ വഹീദു റബ്ബക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നിങ്ങൾ റബ്ബുമായിട്ട് മാത്രമേ ആകാവൂ. അതിന്റെ എല്ലാ ഇടപെടലുകളും, അതിന്റെ എല്ലാ ചർച്ചകളും റബ്ബുമായിട്ട് മാത്രമേ ആകാവൂ. ഉഅ്ബുദു റബ്ബക്കും. തയ്യാറുണ്ടോ? എന്നിട്ട് അല്ലാഹു തആലയുടെ അവസാനം പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. അല്ലാഹുവോട് മാത്രമേ ആകാവൂ എന്ന് മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരുമായി ആകാനും പറ്റൂല എന്നായ വാക്ക്. എന്താണ് ആയത്തിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي أنزل من السماء ماء الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم. അല്ലാഹു തആല ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞ റബ്ബിനെ വിശദീകരിക്കുകയാണ്. ആരാണ് നിങ്ങളുടെ റബ്ബ്? എന്തുകൊണ്ടാണ് അല്ലാഹ് റബ്ബായത്? അല്ലദീ ഖലഖക്കും. നിങ്ങളെ പടച്ചത് അവരാണ്, അതുകൊണ്ടാണ് നിങ്ങളെ റബ്ബായത് അവൻ. അതുകൊണ്ട് പടക്കാൻ യോഗ്യതയില്ലാത്തവർക്ക് റുബൂബിയത്തിന്റെ ഒരംശവും വഹിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നതായ അല്ലാഹു മാത്രമാണ്.
അതുകൊണ്ട് തന്നെ തദ്ബീറിന്റെ ഒരു അണുമണി തൂക്കം അല്ലാഹു അല്ലാത്തവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ ഉടമസ്ഥതാധികാരമായ അല്ലാഹ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒരു അണുമണി, ഒരു പരമാണുവിന്റെ അവകാശം പോലും അല്ലാഹു അല്ലാത്തവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ രീതിയിൽ എന്നെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉഅ്ബുദു റബ്ബക്കും. എന്നെ അംഗീകരിച്ചാൽ മാത്രം പോരാ, എന്നെ നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം പോരാ. ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ. എനിക്ക് പകരമായിട്ട് വേറെ ഒരു സംവിധാനത്തെയും നിങ്ങൾ പരിഗണിക്കാൻ പാടില്ല. അപ്പൊ വേണം എന്ന ക്രിയാത്മകതയും അതേപോലെ തന്നെ പറ്റൂല എന്ന നിഷേധാത്മകതയും, അത് രണ്ടും കൂടിയുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇല്ലല്ലാഹ് എന്നത് അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിനെ അംഗീകരിക്കല, ലാ ഇലാഹ എന്നത് അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിനെ അംഗീകരിക്കല. ഉലൂഹിയ്യത്തിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലാഹ്ക്കേ കൊടുക്കുള്ളൂ. ഇതാണ് ഉലൂഹിയ്യത്തിനെ അംഗീകരിക്കുക എന്നുള്ളത്. റുബൂബിയ്യത്തിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഇങ്ങോട്ട് എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും എന്റെ അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്, അത് അംഗീകരിച്ചു കൊടുക്കലാണ് റുബൂബിയ്യത്തിലുള്ള എന്ന് പറഞ്ഞാൽ. ചെറിയ വിഷയമൊന്നല്ല ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ. അത് 1-ാം ക്ലാസ് എന്ന മൊല്ലാക്ക 5-ാമത്തെ വയസ്സിൽ മൊല്ല 1-ാം ക്ലാസ്സിൽ ചേർത്തു. മദ്രസയില്, പാരമ്പര്യ മദ്രസയില്, ഷിയാക്കള മദ്രസയില്. മദ്രസയിൽ നിന്ന് 1-ാം ക്ലാസ്സിലെ മൊല്ലാക്ക കാണാതെ പഠിപ്പിച്ചു കൊടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരും പ്രവാചകനുമാണെന്ന് ഞാൻ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. 5-ാമത്തെ വയസ്സിൽ മൊല്ലാക്ക പറഞ്ഞു കൊടുത്തിട്ട് കാണാതെ പഠിച്ചതാണ്. ഇപ്പം 30, 40, 50, 60, 75 വയസ്സായി. ഇന്ന് വരെ ആ 1-ാം ക്ലാസ് എന്ന് പഠിച്ച അർത്ഥം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തർത്ഥം അറിഞ്ഞത് ആർക്കറിയാം? എന്താണ് മനസ്സിലുറപ്പിച്ചത് ആർക്കറിയാം? എന്താണ് നാവ് കൊണ്ട് വെളിവാക്കിയത് ആർക്കറിയാം? അതൊക്കെ 5-ാമത്തെ വയസ്സിൽ മൊല്ലാക്ക ചൊല്ലിപ്പഠിപ്പിച്ചെന്ന വാക്ക് പഠിച്ചു പോയി. പിന്നെ പഠിച്ചത് മുഴുവനും നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 3-ാം ക്ലാസ്സിൽ പഠിച്ചത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 4-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. 5-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ദർസിൽ പോയിട്ട് പഠിച്ചത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അറബിക് കോളേജിൽ പോയിട്ട് പഠിച്ചത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഡിഗ്രി എടുത്ത് തിരിച്ചു വന്നിട്ട് മുദരിസായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഒരിക്കലും ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ അഥവാ 5-ാമത്തെ വയസ്സിൽ മൊല്ലാക്ക പഠിപ്പിച്ചു കൊടുത്ത ആ ഷഹാദത്ത് എന്താണെന്ന് പഠിക്കാൻ ഒരു ഏർപ്പാടും ഒരു സംവിധാനവും ഇല്ലാതെ പോയി ഈ സമുദായം. അതാണ് ഈ സമുദായത്തിന്റെ നാശം. ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ, ആ ഷഹാദ കൃത്യമായിട്ട് ജീവിതത്തിൽ പുലർത്തിയേ പറ്റൂ. അത് അള്ളാഹ്ക്ക് നാം കൊടുത്ത കരാറാണ്. അത് സംഘടനക്ക് കൊടുത്ത കരാറല്ല, നേതാവിന് കൊടുത്ത കരാറല്ല, ഷെയ്ഖുനാക്ക് കൊടുത്ത കരാറല്ല, മൗലാനാക്ക് കൊടുത്ത കരാറല്ല. അള്ളാഹുമായിട്ട് ഞാൻ വ്യക്തിപരമായി നടത്തിയ കരാറാണ്. എന്താണ് കരാർ? അല്ലാഹ്, നീ അല്ലാതെ വേറെ ഒരാളെയും ഞാൻ പരിഗണിക്കുകയില്ല. അതൊരു നബിയായാലും ശരി, റസൂലായാലും ശരി, ജിന്നായാലും ശരി, മലക്കായാലും ശരി, ബീവിയോ ബാവയോ ഷെയ്ഖോ വലിയോ മൗലാനയോ തങ്ങളോ ഉസ്താദോ ആരായാലും ശരി, ഒരിക്കലും നിങ്ങൾക്കെത്താൻ അവരെ ഞാൻ ഇടയ്ക്ക് പിടിക്കുന്ന പ്രശ്നമില്ല. നിനക്ക് പകരം നീ മാത്രം അശ്ഹദു, അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അതെങ്ങനെയാണ് നീ തെളിയിക്കുക? 2-ാമത്തെ റിസാലത്തിലുള്ള ഷഹാദ, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി എന്താണോ പഠിപ്പിച്ചെന്നത്, മുഹമ്മദ് നബി എന്താണോ കാണിച്ചെന്നത്, അവിടുത്തെ 23 കൊല്ലം എന്താണോ പരിശീലിപ്പിച്ചത്, ആ ഗുരുകുലത്തിൽ നിന്ന് സഹാബക്കൾ എന്താണ് പഠിച്ചെടുത്തത്, ഇത് അക്രമത്തിൽ തന്നെ ആ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്തവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. സലഫികളെ തിരിയാതെ പോണ്ട, സലഫികൾ എന്താന്ന് മനസ്സിലാകാതെ പോണ്ട. ഇവിടുത്തെ ഇസക്കാരും മതക്കാരും ഷിയാക്കളും പറഞ്ഞതിനനുസരിച്ചിട്ട് സലഫികളെ മനസ്സിലാക്കാൻ മെനക്കെടണ്ട. സലഫികൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കിയേ പറ്റൂ എന്ന് തീരുമാനിക്കുകയും ചെയ്തവർ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കിയേ പറ്റൂ എന്ന് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാവുകയും ചെയ്തവർ, അവരാണ് സലഫികൾ. ഇന്ന് ലോകത്ത് സലഫികളെ കണക്കൂട്ടി നോക്കിയാൽ ഏറി വന്നാൽ ഒരു 1.5% അല്ലെങ്കിൽ ഒരു 2%. ഈ 2%-നെ എന്തിനാ ഈ 98% വരുന്ന ഷിയാക്കൾ ഭയപ്പെടുന്നത്? ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ കർണാടകത്തിൽ എത്ര ശതമാനമാണ് സലഫികൾ? 1% തികയില്ല. കർണാടക സ്റ്റേറ്റിൽ 1% സലഫികൾ തികയില്ല. ബാക്കി 99% ഷിയാക്കളാണ്. എന്താണ് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തു, അത് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു.
മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുത്തു, അത് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു. അതാണ് സലഫികൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തു, ജാറങ്ങളെ കൊണ്ട് ആ ഷഹാദ ബാത്തിലാക്കി. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുത്തു, തരീഖത്തുകളെ കൊണ്ട് ആ ഷഹാദ ബാത്തിലാക്കി. അവരെയാണ് നാം ഷിയാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷിയാക്കൾ എന്ന് പറയുമ്പോൾ നേരെ ഇറാനിലേക്ക് പോകേണ്ട തലച്ചോറ്. അങ്ങനെ ഒരു ധാരണ പുരോഹിതന്മാര് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഷിയ എന്ന് പറഞ്ഞാൽ ഇറാനിലല്ലേ, കേരളത്തിലല്ലല്ലോ, മംഗലാപുരത്തല്ലല്ലോ എന്ന്. അങ്ങനെ ധരിപ്പിക്കില്ല. ഞാൻ ഷിയാക്കൾ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ആരെ സംബന്ധിച്ചാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ പറയും, അവർ കൃത്യമായി നിസ്കരിക്കും, അവർ കൃത്യമായി നോമ്പ് നോക്കും, അവർ കൃത്യമായി ഹജ്ജും സക്കാത്തും കൊടുക്കും, അവർ കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യും, അവർ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കും, സുന്നത്തുകൾ ഒന്നും ഒഴിവാക്കുകയില്ല. അവർ സുന്നത്തായ വേഷം, സുന്നത്തായ രീതി, പക്ഷേ ജാറങ്ങൾ വെച്ചുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഫർള് ബാത്തിലാക്കിയിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില്, അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് കാറ്റുപോയി ഉളു മുറിഞ്ഞു. എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ. നിസ്കാരം ബാത്തിലായല്ലോ. മസീദ് ദജ്ജാൽ എന്ന് പറയുമ്പോഴാണ് ബേക്കുന്ന മറ്റാള് പോയത്. എന്താണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? അയാൾ ഉളു മുറിയും. ഉളു മുറിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിസ്കാരം ബാത്തിലാവും. നിസ്കാരം ബാത്തിലായ എന്താ സംഭവിക്കുക? ഒറ്റ ഉളു ഉണ്ടാക്കിയിട്ട് വന്നിട്ട് മടക്കി നിസ്കരിക്കണം. ഇതാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാമാന്യമായ മസല. നിസ്കാരം ബാത്തിലാവും എന്ന് കണ്ടു അല്ലെ? അപ്പൊ നിസ്കാരം എന്നത് അങ്ങനെ തന്നെത്താൻ അങ്ങ് ജീവിച്ചിക്കുകയും ചെയ്യില്ല, അത് ബാത്തിലായി പോകുമെന്ന് മനസ്സിലായി. നോമ്പ് രാത്രി അത്തായം തിന്നു, നിയത്തെല്ലാം ചെയ്തിട്ട് നാളെ നോമ്പാണെന്നുള്ള കരുത്തോടുകൂടി ഉറങ്ങിയതാണ്. സുബിയായി, ളുഹ്റായി, അസറായി, 5 മണിയാകുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല, ദാഹം, വിശപ്പ്. ഉമ്മാന്റി ഉപ്പാന്റി കണ്ണ് വെട്ടിച്ച് ചെക്കൻ അടുക്കളയിൽ ചെന്നിട്ട് ജ്യൂസ് എടുത്ത് കുടിച്ചു. ഇനി 1/2 മണിക്കൂറേ മഗ്‌രിബ് കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് 1/2 മണിക്കൂറേ ബാക്കിയുള്ളൂ. ബാക്കി 23.5 മണിക്കൂർ കിട്ടിയല്ലോ, അതുകൊണ്ട് നോമ്പായി എന്ന് പറയാൻ പറ്റുമോ? അവന്റെ ഫുള്ളി നോമ്പ് ബാത്തിലായി ഇല്ലേ? ആ 24 മണിക്കൂർ നോമ്പ്, ആ ഒരു ദിവസം നോമ്പ് ഫുള്ള് ബാത്തിലായില്ലേ? അപ്പൊ നോമ്പും ബാത്തിലാവും എന്ന് മനസ്സിലായി. ഇതേപോലെ ഹജ്ജും ബാത്തിലാവും, സക്കാത്തും ബാത്തിലാവും, ഷഹാദത്ത് ബാത്തിലാവും. അതില്ല, അത് ദിക്ർ ആൾക്കാർ നടത്തിയ ഷഹാദത്ത് നിൽക്കും. അതെന്ത് പരിപാടിയാണ്? ദീനുൽ ഇസ്ലാമിന് 5 കാര്യങ്ങൾ, 4 കാര്യം ബാത്തിലാകാൻ ഏർപ്പാടുണ്ട്, ഷഹാദത്ത് മാത്രം ബാത്തിലാകാൻ ഏർപ്പാടില്ല. എന്താ ഇസ്ലാം കാര്യം അല്ല എന്ന് പറ? ഈമാൻ കാര്യത്തിൽപ്പെടുത്തിക്കോ. ഇസ്ലാം കാര്യം 4ആണ്, ഈമാൻ കാര്യം 7ആണെന്ന് പറ. നമുക്കിത് അങ്ങോട്ട് കൺവെർട്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഈമാൻ കാര്യത്തിൽ പെട്ടതായിരിക്കാൻ പ്രശ്നം തീർന്നല്ലോ. ഇസ്ലാം കാര്യം 1 നിസ്കാരം, 2 നോമ്പ്. ഇപ്പൊ അങ്ങനെയാണ് സംഗതി ആകെ പോയി വന്നിരിക്കുന്നത്. അപ്പൊ ഇസ്ലാം കാര്യം എത്രയാണ്? എണ്ണം 5 എന്ന് പറഞ്ഞാലും സജീവമായിട്ട് 4 എണ്ണം നിലനിൽക്കുന്നുള്ളൂ. ഇപ്പൊ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം ഏതാ? പിള്ളേർ വരെ പറയും ഇന്ന കാരണത്താ നിസ്കാരം ബാത്തിലാവും. നോമ്പ് എങ്ങനെയാ ബാത്തിലാകുക? ഇന്ന കാര്യത്തിൽ ബാത്തിലാവും. സക്കാത്ത് എങ്ങനെയാ ബാത്തിലാകുക? ഇന്ന കാര്യത്തിൽ ബാത്തിലാവും. ഹജ്ജ് എങ്ങനെയാ ബാത്തിലാകുക? ഇന്ന കാര്യത്തിൽ ബാത്തിലാവും. ഷഹാദത്തോ? ഷഹാദത്ത് ബാത്തിലാവില്ല, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കില്ലേ നമ്മള്? അതെന്ത് പരിപാടിയാണ്? വല്ലാഹി ഷഹാദ ബാത്തിലാവും. അത് അപകടം പിടിച്ച ബാത്തിലാവലാണ്. ജാറങ്ങൾ ഷഹാദത്തിനെ ബാത്തിലാക്കാൻ ജൂതനുണ്ടാക്കിയ ഏർപ്പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സയനിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും മറ്റും ഓറിയന്റലിസ്റ്റുകൾക്കും ഇസ്ലാമിനെ കൊല്ലാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മുസ്ലിമീങ്ങൾ ഷഹാദ യാഥാർത്ഥ്യമാക്കി ജീവിക്കുന്ന കാലത്തോളം ആകാശബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. ആകാശവുമായി മുസ്ലിമീങ്ങൾക്ക് ബന്ധമുള്ള കാലത്തോളം അത് എത്ര ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ആ ബന്ധം ശക്തമായ ബന്ധമാണ്. ആ മുസ്ലിമീങ്ങൾക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പൂർണ്ണമായി നിർവഹിക്കുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആകാശബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഈ ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കി ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ആർക്കറിയാം? ജൂത മിഷണറിയായ സയനിസ്റ്റുകൾക്കറിയാം, നസാറ മിഷണറിയായ ഓറിയന്റലിസ്റ്റുകൾക്കറിയാം, അതേപോലെ തന്നെ യൂറോപ്പ് മിഷണറിയായ ഫാസിസ്റ്റുകൾക്കും അറിയാം, അതേപോലെ തന്നെ റഷ്യൻ മിഷണറിയായ കമ്മ്യൂണിസ്റ്റുകൾക്കും അറിയാം. അതുകൊണ്ട് പിന്നെ എന്താണ് വഴി? ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം മുസ്ലിമീങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴി എന്താ? അതിനെപ്പറ്റിയല്ലേ അവർ ചരിത്രം പഠിച്ചത്? അങ്ങനെയല്ലേ അവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത്? അങ്ങനെയല്ലേ ജൂത പണ്ഡിതന്മാർ, ഉലമാഉ ബനി ഇസ്രായേൽ, ഇസ്രായേലി കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറായി. അവർ ഗഹനമായ പഠനങ്ങൾ നടത്തി ചരിത്രത്തെ സംബന്ധിച്ച്. ഇന്ന് ഇസ്ലാമിനേക്കാൾ മുസ്ലിമീങ്ങളെക്കാൾ നന്നായി ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്നവർ ജൂതന്മാരല്ലേ, നസാറാക്കളല്ലേ? നിങ്ങളെന്താ കാര്യം മനസ്സിലാക്കാത്തത്? ലക്ഷക്കണക്കിന് ഖുർആൻ മനപ്പാഠം പഠിച്ച മഹഫിലീങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനി മതത്തില്. യൂറോപ്പിൽ ക്രിസ്തുമതത്തിന്റെ മിഷണറിയിൽ ലക്ഷക്കണക്കിന് ഖുർആൻ മനപ്പാഠം പഠിച്ച ഹാഫിലുകൾ ജീവിച്ചിരിപ്പുണ്ട്. സനദടക്കം ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ള നസാറാക്കൾ ഇന്ന് ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്.
ഇന്ന് ഭൂലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ ഹദീസ് ഇൻഡെക്സ് ഗ്രന്ഥം ഒരു ക്രിസ്ത്യാനി ഉണ്ടാക്കിയതാണ്. ഹദീസിന്റെ ഇന്ന് പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ ഇൻഡെക്സ് ഗ്രന്ഥം ഒരു ക്രിസ്ത്യാനി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ച്? ഈ കാണുന്ന ഈ ക്രിസ്തുമസും അതേപോലെ തന്നെ കേക്കും, അതേപോലെ തന്നെ ജയന്തിയും, അതേപോലെ തന്നെ പായസവും, അതേപോലെ തന്നെ പിന്നെ ഓണവും, അതേപോലെ തന്നെ ഒരു സദ്യയും, അതേപോലെ ഒരു നബിദിനവും ചീരണിയും, അതേപോലെ ഒരു റാത്തിയും ബിരിയാണിയും, ഇതൊക്കെയാണ് ഇസ്ലാമി എന്നാണോ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതിവിടുത്തെ ഷീഈ സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെയും മുഹമ്മദുർ റസൂലുള്ളാഹിന്റെയും ഈ ഷഹാദ ബാത്തിലാക്കി കർമ്മങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ നിലനിർത്താൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ചു പോയ പാവപ്പെട്ട സമുദായമല്ലേ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇസ്ലാമിനെ പറ്റി ഇസ്ലാമിന്റെ ശത്രുക്കൾ പഠിച്ചത് ചില്ലറയല്ല, അവരെഴുതിയ ഗ്രന്ഥങ്ങൾ ചില്ലറയല്ല. ജൂത മിഷണറി ഇസ്ലാമിനെ പറ്റി എഴുതിയ ഗ്രന്ഥങ്ങൾ 10,000 കണക്കിന് വരും ലോക ചരിത്രത്തില്. എന്തിനാണത്? 16ാം കുരിശ് വിപ്ലവം കഴിഞ്ഞപ്പോൾ 16ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭ യോഗം കൂടി. എന്നിട്ട് പുരോഹിതന്മാരുടെ പ്രസിദ്ധമായ യോഗത്തിൽ ചർച്ചകൾ വന്നു. 400 കൊല്ലം യുദ്ധം ചെയ്തിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിനെ. കുറെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഇസ്ലാമിന് ഒരു ചുക്കും സാധിച്ചിട്ടില്ല. ഇനി എന്താണ് അതിനുള്ള വഴി? അപ്പോൾ മിഷണറി ചെയ്തൊരു ചർച്ച എന്താണ്? സായുധ സംഘട്ടനത്തിലൂടെ ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല ഇസ്ലാമിനെ. ആദർശം കൊണ്ട് നേരിടണം. അതാണ് ഇസ്ലാമിനെ ഇല്ലാതാക്കാനുള്ള വഴി. അങ്ങനെയല്ലേ അവർ ഖുർആൻ മനഃപ്പാഠം പഠിക്കുന്ന ഹാഫിദുകളെ ഉണ്ടാക്കിയത് റോമക്കാര്. ആ ഖുർആൻ മനഃപ്പാഠം പഠിച്ച ഹാഫിദുകളുടെ യോഗത്തിൽ വെച്ച് നിങ്ങൾക്ക് എന്താണ് ഖുർആനിൽ നിന്ന് മനസ്സിലായത്, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിലെ 1-2 ചെറിയ ആയത്തല്ലേ അവർ സഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഒന്ന് സൂറത്തുൽ ലുഖ്മാനിലെ ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന വാക്ക്. രണ്ടാമത്തത് വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. ഈ ആയത്ത് അവർ കണ്ടെടുത്തി. സൂറത്തുൽ ലുഖ്മാനിലെ ശിർക്ക് കൊടും പാതകമാണ്. മറ്റേ ആയത്ത് ആ പാതകം ചെയ്തവൻ ആകാശത്തിൽ നിന്ന് പിടുത്തം വിട്ടവനെ പോലെയാണ്. ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് പിടുത്തം വിട്ടവനെ പോലെയാണ് ശിർക്ക് ചെയ്യുന്നവൻ. ഒന്നിക്കിൽ ഭയങ്കരമായ കാറ്റ് അവനെ തട്ടി ഏതെങ്കിലും കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷി വന്നവനെ റാഞ്ചി കൊണ്ടുപോയി തിന്നും. ഇതാണ് അവന്റെ ഗതി. ഇത് ഗഹനമായിട്ട് പഠിച്ചില്ലേ ഓറിയന്റലിസ്റ്റുകളും സയനിസ്റ്റുകളും? ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ കൊല്ലാൻ 2 മരുന്ന് കിട്ടി. എന്താണ് ഒന്നാമത്തെ മരുന്ന്? ഈ മുസ്ലിം സമൂഹത്തെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചാൽ എല്ലാം ക്ലോസ് ആയി കിട്ടും. അതിനെന്താണ് വഴി? പെട്ടെന്നൊരു ബിംബത്തെ ഉണ്ടാക്കി, രൂപത്തെ ഉണ്ടാക്കി ആരാധിക്കെന്ന് പറഞ്ഞാൽ അവർ കൂട്ടാക്കൂല. മറിച്ച് വളരെ തന്ത്രപരമായി അല്ലാഹുവല്ലാത്ത ശക്തിയിലേക്ക് ഇവരെ മനസ്സിനെ കൺവെർട്ട് ചെയ്യിപ്പിക്കണം. ഇത് അവർ നൂഹി കാലഘട്ടത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. നൂഹി കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനസ്സിനെ മാറ്റിയെടുക്കാൻ ശൈത്വാന്റെ ശക്തികൾക്ക് കഴിഞ്ഞത്? അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിക്കുന്നുണ്ട്. അറിവിലേക്കായി നിങ്ങളെ ധാരണ ശക്തിപ്പെടുത്താൻ, ഞാൻ നിങ്ങളെ ആ കാര്യം ശക്തിപ്പെടുത്താൻ അറിവ് മാത്രം ഞാൻ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിച്ചു തരാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ശൈത്താൻ ശിർക്കിന്റെ ഉദ്ഘാടനം നടത്തിയത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അതോ വേറെ ഏതെങ്കിലും മതക്കാർ അവതരിപ്പിച്ച ദേവീദേവന്മാരെങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാൻ ആരെ കൊണ്ടെങ്കിലും കഴിയുമോ? നൂഹ് നബിന്റെ വഫാത്തിന് ശേഷമല്ലേ ഈ മതക്കാരെ മുഴുവനും ചരിത്രത്തിൽ വന്നത്. ഇവര് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ഗ്രീക്ക് സംസ്കൃതി എന്നും, അതിനു മുമ്പ് മൂസാ നബിന്റെ കാലഘട്ടത്തെ നൈൽ നദീതട സംസ്കാരമെന്നും, ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തെ ബാബിലോണിയൻ സംസ്കാരമെന്നും, നൂഹ് നബിന്റെ കാലഘട്ടത്തെ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതട സംസ്കാരം എന്നും പേരിട്ട് മതങ്ങളുടെ ആവിർഭാവം നൂഹിന്റെ കാലത്തിന് ശേഷം യൂഫ്രട്ടീസിൽ നിന്ന് തുടങ്ങിയതാണെന്ന് വരുത്തി തീർത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് ക്രിസ്തുമതത്തെ ബന്ധിപ്പിക്കുന്നതിലല്ലേ മതങ്ങൾ ചെന്നെത്തിയത്. നൂഹ് നബിക്ക് മുമ്പ് ഇത്തരത്തിലൊരു ചരിത്ര സംഹിത കാണിച്ചു തരാൻ ചരിത്രാന്വേഷികൾക്ക് കഴിയുമോ? നൂഹ് നബി വഫാത്താകുന്നതിന് മുമ്പ് ഇസ്ലാം അല്ലാത്ത എന്തെങ്കിലും ഒരു ആദർശ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന സിദ്ധാന്തം നൂഹ് നബിന്റെ കാലത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ചരിത്രത്തിന്റെ ശകലം കാണിച്ചു തരാൻ ചരിത്രാന്വേഷികൾക്ക് കഴിയുമോ? കഴിയില്ല കൂട്ടരെ, കഴിയില്ല. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതിന് ശേഷം ആദമിന്റെ മക്കളിലും പേരക്കുട്ടികളിലും ശൈത്വാൻ പ്രവേശിക്കുന്നു. എന്നിട്ട് ആദം നബിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു,
ഇത് നിങ്ങളുടെ ബാപ്പ ആദമിന്റെ ഖബറാണ്. ആദം ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആദമിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആകാശലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആളാണ് ആദം. അള്ളാഹു അവന്റെ കൈകൊണ്ട് നിർമ്മിച്ച ആളാണ് ആദം. അള്ളാഹ് നേരിട്ട് ഇൽമു കൊടുത്ത ആളാണ് ആദം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. മലക്കുകളുടെ മുമ്പിൽ പ്രശസ്തി നൽകിയ ആളാണ് ആദം. വൈദ ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ. അള്ളാഹ് നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് അയച്ച ആളാണ് ആദം. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. ഈ ആദമിന്റെ ഖബർ കിടക്കുന്നു ഇവിടെ. എന്നിട്ട് നിങ്ങൾ അത് തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ കാര്യം അള്ളാഹ്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹ് തരുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കിൽ ബി ജാഹി ആദം, അല്ലെങ്കിൽ ബി ബറക്കത്തി ആദം, ഇലാ ഹളറത്തി ആദം, ആ രീതിയിൽ നിങ്ങൾ അള്ളാഹു ഏറ്റെടുക്കിൻ. എന്നാലേ നിങ്ങൾ അള്ളാഹ് രക്ഷപ്പെടുത്തുള്ളൂ. അള്ളാഹ് ബഹുമാനിച്ചാളെ ബഹുമാനിച്ചാലേ പറ്റൂ, അള്ളാഹ് സ്നേഹിച്ചാളെ സ്നേഹിച്ചേ പറ്റൂ, എന്നാലേ നിങ്ങൾ ആവശ്യം നടക്കൂ എന്ന് ശൈത്താനല്ലേ ആദ്യമായിട്ട് ഉപദേശിച്ചത്. പക്ഷേ ആ സമൂഹം ആദമിന്റെ മക്കളും പേരക്കുട്ടികളും ഖബറിലെത്തിയില്ല. കണ്ടുകൊണ്ട് ആദം നബി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണത്. ബഹുമാനപ്പെട്ട ആദം നബിന്റെ മക്കൾ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണത്. ഷഹാദത്തിനെതിരാണത്. അതുകൊണ്ട് അവരെത്തിയില്ല. ബഹുമാനപ്പെട്ട ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് നബിയാക്കി. ശൈത്താന്റെ ഇടപെടലുകളെ ശീസ് നബി ബാത്തിലാക്കി. അതിനെ തകർത്ത് കളഞ്ഞു. ആദം നബിന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അവരെ മക്കൾക്കും വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹയുള്ള തൗഹീദിലുള്ള ഷഹാദ അത് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അവരെ ഷഹാദത്ത് നഷ്ടപ്പെടാതെ അവർ കാത്തു. ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടു. അക്കബർ കാണിച്ചു കൊടുത്തിട്ടല്ലേ പിന്നീട് ഇലാ ഹളറത്തിലേക്ക് വിളിച്ചത് ശൈത്താൻ. അവിടെയും അവര് പറഞ്ഞത് നമ്മുടെ ഉപ്പുപ്പ പറഞ്ഞതിനെതിരാണ്. ഉപ്പുപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലാഹു മദീ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹ് കിടക്ക് വേറൊരാളെ വെക്കണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അല്ലാഹ് നമ്മുടെ ഉപ്പാപ്പനെ പഠിപ്പിച്ച കാര്യവുമാണ്. അത് ഭൂമിയിൽ ജീവിച്ചോളാൻ പറഞ്ഞു. ഫീഹാ തഹ്യൗൻ വഫീഹാ തമൂതുൻ വമിൻഹാ തുഖ്റജൂൻ. എന്നിട്ട് ഉപ്പാപ്പനോട് അല്ലാഹ് പറഞ്ഞത് ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹ് മാത്രം, എന്തുണ്ടെങ്കിലും അല്ലാഹു മാത്രം. അൻരീതിയിൽ ജീവിച്ചാൽ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു പോകാം. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. അതിനെതിരായിട്ട് ജീവിച്ചാൽ, അല്ലാഹ് അല്ലാത്തവരെ അന്വേഷിച്ചു പോയാൽ, അല്ലാഹ് അല്ലാത്തവരെ പൂജിക്കാൻ പോയാൽ നരകത്തിൽ കാലകാലമായിരിക്കും. ഇതാണ് നമ്മൾ ഉപ്പാപ്പക്ക് അല്ലാഹ് കൊടുത്ത നിർദ്ദേശം. ഉപ്പാപ്പ നമുക്ക് പഠിപ്പിച്ചെന്ന നിർദ്ദേശം അതാണ്. അതിനുശേഷം വന്ന ഉപ്പാപ്പ ഷീസ് ഉപ്പാപ്പ പഠിപ്പിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് ആ പരിപാടിയേ ഇല്ല. ഇലാഹ ഹളറത്തുമായി ബിജാഹി ബർക്കത്തുമായിട്ട് ജാറത്തിലെത്തുന്ന പ്രശ്നമില്ല. ആ സമൂഹവും രക്ഷപ്പെട്ടു. അല്ലാഹു തആല അവരിലേക്ക് ഇദ്രീസ് നബിയെ നബിയാക്കി നിയോഗിച്ചു. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂലല്ല, നബി മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം നബി മാത്രമായത്? ഇലാഹ ഹളറത്തിലെത്തിയില്ല, ജാഹ് ബർക്കത്തിലെത്തിയില്ല. ആര്? ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാര്, പേരക്കുട്ടികള്. അതുകൊണ്ട് തന്നെ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ തർബിയത്ത് കൊടുത്തു. ദാ സൂക്ഷിച്ചോളണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തവരാണ് നാം. നമ്മുടെ ഉപ്പപ്പ ആദമ പഠിപ്പിച്ച തൗഹീദ്, നമ്മുടെ ഉപ്പപ്പ ശീസ് പഠിപ്പിച്ച തൗഹീദ്, അത് തന്നെയാണ് ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ നിന്നൊരു കണ്ണുകളവ് വ്യത്യാസം വന്നു പോകാൻ പാടില്ല, അപകടമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായിക്കൂടാ. അതേപോലെ തന്നെ ആദമിന്റെ ശരീഅത്ത് ബാത്തിലായിക്കൂടാ, ആദമിന്റെ നുവ്വത്ത് ബാത്തിലാക്കിക്കൂടാ. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിച്ചോളണം. അവർ ശ്രദ്ധിച്ചു. അവർ ഇലാഹ ഹളറത്തിലെത്തിയില്ല, അവർ ജാഹ് ബർക്കത്തിലെത്തിയില്ല, ഇടയാളിലെത്തിയില്ല, തവസ്സുലിലെത്തിയില്ല, ഇസ്തിഗാസയിലെത്തിയില്ല. അതല്ല, അല്ലാഹു അല്ലാത്തവരുടെ ഇസ്തിആനയിലെത്തിയില്ല, ഇസ്തിആദയിലെത്തിയില്ല, ഇസ്തിഖാറയിലെത്തിയില്ല, ഒന്നിനും എത്തിയില്ല. ഇല്ലല്ലാഹ്, എല്ലാറ്റിലും അല്ലാഹ് മാത്രം. എന്താണ്? ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷമുള്ള ചരിത്രം എടുക്കിൻ. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായതിനു ശേഷം ഏതെങ്കിലും മതങ്ങൾ നിലവിൽ വന്നോ? ഇല്ല. തൗഹീദിന്റെ മതം മാത്രം, ഇസ്ലാം ദീൻ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം, ആദം നബിയുള്ള മാത്രം, അതേപോലെ തന്നെ ശീസ് നബിയുള്ള, ഇദ്രീസ് നബിയുള്ള. ഇതിൽ ഒരു വ്യത്യാസവും വന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചുകൊണ്ട് ശൈത്താൻ ശിർക്കിലേക്ക് വിളിച്ചു, ഇലാഹ ഹളറത്തിലേക്ക് വിളിച്ചു, ജാഹ് ബർക്കത്തിലേക്ക് വിളിച്ചു. ഇദ്രീസ് നബിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട്, ശീസ് നബിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട്, ആദം നബിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് ആരും അവർക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ തർബിയത്ത് കൊടുത്തത് ഉലമാക്കളെ വെച്ചുകൊണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട്, ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച മൊയ്ലിയാമാരെ വെച്ചുകൊണ്ട്, ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരെ വെച്ചുകൊണ്ട്. ആരാണ് അവര്? മഹാനായ വദ് എന്ന മഹാൻ, അതേപോലെ തന്നെ സുവാദ് എന്ന മഹാൻ, യഹൂസി എന്ന മഹാൻ, യഊഖ് എന്ന മഹാൻ, നസ്ർ എന്ന മഹാൻ.
ഇദ്രീസ്ലമിന്റെ കുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച മൗലവിമാരാണ് ഇവര്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശൈഖുനമാര്. അത് നമ്മൾ പറഞ്ഞതല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. അള്ളാഹു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അവരെ പരിചയപ്പെടുത്തി തരുന്നത്. സൂറത്തു നൂഹിൽ ഈ 5 ആളെ പേരെടുത്ത് പറഞ്ഞപ്പോൾ ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊഖ വയഗൂസ വനസ്റ, ഈ 5 മഹാന്മാരെ പറ്റി സൂറത്തു നൂഹിൽ അല്ലാഹു തആല പറഞ്ഞതിന് തഫ്സീർ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറഞ്ഞതാണ്, ഇവര് മഹാന്മാരാണ്, ഇവർ മശായിഖുകളാണ്, ഇവർ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഔലിയാക്കളാണ്. ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞ വാക്ക് നമ്മളെ വകയല്ല. ഈ 5 മഹാന്മാർ ഓരോരുത്തരും മരിച്ചു തീരാൻ തുടങ്ങി. അവർ ഓരോരുത്തരെയും ഇറാഖിലെ കൊതു ഖബർസ്ഥാനിൽ കബറടക്കി. ശൈത്താൻ ആ കാലഘട്ടത്തിൽ ഇറാഖിൽ ജീവിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് നബിയുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശീസുൻ നബിയുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദ്രീസ് നബിയുള്ള, ഈ രീതിയിൽ നുബുവത്തിലൂടെ തർബിയത്ത് കിട്ടിയ മുസ്ലിമീങ്ങൾ, നുബുവത്തിലൂടെ തർബിയത്ത് കിട്ടിയ മുസ്ലിമീങ്ങൾ, അവർക്ക് ഈ 5 മഹാന്മാര് കിതാബോധി പഠിച്ചൊപ്പിച്ചു കൊടുത്തു. ഇവർ ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി. ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. ശൈത്താൻ അമ്പിയാക്കളെ ഖബർ കാണിച്ചാൽ പെട്ടെന്നൊന്നും ഇവരെ വഴക്കാൻ കഴിയില്ല, ഇനി ഔലിയാക്കളെ ഖബർ കാണിച്ചു കൊടുക്കാമെന്ന രീതിയിൽ ശൈത്താൻ ആ ഇറാഖിലെ മുസ്ലിമീങ്ങളോട്, നിസ്കരിക്കുന്നവരോട്, നോമ്പോക്കുന്നവരോട്, വിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരോട്, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരോട്, അള്ളാഹനെ അറിയുന്നവരോട്, അള്ളാഹ് റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരോട്, അള്ളാഹുവാണ് എല്ലാം തരേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരോട് ശൈത്താൻ ഉപദേശിച്ചത്, ഈ 5 ഖബറുകൾ കണ്ടില്ലേ, നിങ്ങളെ ഉസ്താദുമാരെ ഖബറല്ലേ ഇത്, നിങ്ങളെ ശൈഖുന മൗലാനമാരെ ഖബറല്ലേ ഇത്, അവരെടുത്തല്ലേ നിങ്ങൾ കിതാബ് ഓതി പഠിച്ചത്, അവരെടുത്തല്ലേ നിങ്ങൾ ഇസ്ലാം എന്താന്ന് പഠിച്ചത്, അവര് മരിച്ച് കബറടക്കിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ, അവരെ കബറടക്കിയിട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയോ? ഇത് മര്യാദ കേടല്ലേ, ബഹുമാനക്കുറവല്ലേ, ആദരവ് കേടല്ലേ? അതുകൊണ്ട് ചുരുങ്ങിയത് ഫൻസുബു അൻസാബ, ഒരു മരത്തിന്റെ കമ്പ് കൊത്തിക്കൊണ്ടുവന്നിട്ട് ഈ 5 ആളെ കബറിന്റെ മീസാങ്കലിന്റെ മേലെ ഒന്ന് കുത്തിവെച്ചാൽ വരാനിരിക്കുന്ന സമുദായത്തിന് ഈ 5 പേർക്കൊരു മഹത്വമുണ്ട് എന്ന് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്കല്ലേ അവർ ഉസ്താദ്, വരാനിരിക്കുന്ന സമൂഹത്തിന് ഉസ്താദല്ലല്ലോ. അവർക്ക് ഇത് 5 കബറ് മഹാന്മാരെ കബറാണ്, ആദരണീയവരായ കബറാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ആയിരക്കണക്കിന് കബറുകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകതയില്ലെങ്കിൽ എങ്ങനെയാണ് അവർ തങ്ങന്മാരെ മനസ്സിലാക്കിയെടുക്കുക, ഔലിയാക്കളെ മനസ്സിലാക്കിയെടുക്കുക? അതുകൊണ്ട് ഫൻസുബു അൻസാബ, മരത്തിന്റെ കമ്പ് കുത്തിവെക്കാൻ പറഞ്ഞു. 11ാമത്തെ തലമുറ, ആദം നബിന്റെ 11ാമത്തെ തലമുറ. 10 തലമുറയെ പറ്റി അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് കുല്ലുഹും ഫി തൗഹീദ് എന്നാണ്. 10 തലമുറ മുഴുവനും തൗഹീദിലാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ അണ്ണു അളവ് വ്യത്യാസം കാണിച്ചിട്ടില്ല. ആദമി ശരീഅത്തിന് ഒരു അണ്ണു അളവ് വ്യത്യാസം കാണിച്ചിട്ടില്ല. കുല്ലുഹും ഫി തൗഹീദ്. തൗഹീദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഹാലളവും. തൗഹീദ് എന്ന് പറഞ്ഞ വഹാബിയുള്ള പ്രത്യേക വാക്കുകളാണെന്ന എന്റെ പൊന്നു ചങ്ങാതിമാരെ. അപ്പൊ ഇബ്നു അബ്ബാസും വഹാബി, ഇബ്നു അബ്ബാസാണ് ദിവസം എടുത്തത്. അപ്പൊ ഇബ്നു അബ്ബാസും വഹാബി, ഇദ്രീസ് നബിയും വഹാബി, ശീസ് നബിയും വഹാബി, എങ്കിൽ ഞങ്ങളും വഹാബി. നിങ്ങളുടെ കുത്തിയിരിക്കും, നമുക്ക് ഇൻഷാ അല്ലാഹ് കണ്ടെടുത്ത് വെച്ച് കാണാം. ചൂടല്ല, ഇത് ഭയങ്കര മധുരമാണല്ലോ. കട്ടിയ മധുരം, അതിന് ഇച്ചിരി ചൂടുള്ള വയ്ക്കാൻ പറ്റുമോ? മധുരം കുറഞ്ഞിട്ട് ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിത് എന്താണ് വാശി? ഇതെന്ന് നമുക്ക് മനസ്സിലാകാത്തത് എന്താണ്? ഇവിടെ എല്ലാം ഭൂമി മുഴുവനും സെൽഫിയിൽ ഇങ്ങനെ വിഴുകാൻ പോവുകയാണ്. കർണാടകത്തിൽ ഇല്ല, നിങ്ങൾക്കൊരു ആദരവും കുറയില്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. ഇനിയിപ്പോ ചൊല്ലിയബ്ലാമൊലിക്ക് വല്ല നാട്ടുവിട്ട് SKSM എടുത്തിട്ടുണ്ടോ? നല്ല കാര്യമായി പോയി. ഡീസലിന്റെ പൈസ കടം വാങ്ങണ ആരോടെങ്കിലും. മാത്രമല്ല, പച്ച ഷാൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ ഷെയ്ഖാച്ച് എനിക്ക് വിലസ കോടീശ്വരനായിട്ട് ഒരു പച്ച ഷാളിന്റെ കുറവേ എനിക്കുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. നീളക്കുപ്പായുണ്ട്, താടിക്ക് താടിയുണ്ട്, തലികെട്ടുണ്ട്. ഇനി പച്ച ഷാളും കൂടി ഉണ്ടായാൽ നിങ്ങളെ ഷെയ്ഖ് ഞാൻ തന്നെ. സെൽഫികൾ അപ്പ എന്നെ വിടും. ഈ 1% വരുന്ന ഈ വണ്ടിയിൽ ഉണ്ടാവുന്ന സെൽഫികളെ കൊണ്ട് എന്ത് നേടാൻ ഇവിടെ? നിങ്ങളൊക്കെ കൂടിയ പച്ച ഷാള് മാത്രം പൈസ കൊടുത്ത് വാങ്ങിയത് അത് ഫ്രീ ചെയ്താൻ ആളുണ്ടാവും. എങ്കിൽ നിങ്ങളൊക്കെ കൂടിയ നമ്മൾ തന്നെ ഷെയ്ഖ്. പിന്നെ ആകാശത്തിലൂടെയും പറക്കാം, കടലിലൂടെയും പറക്കാം. ഇതൊക്കെ നന്നായിട്ട് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കോലത്തിൽ വന്നിട്ട്. എന്താ കാര്യം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് മനസ്സിലായി പോയി. ഇനി ഒരു രക്ഷയില്ല. ഇനി സെൽഫികൾ പുറത്താക്കിയാലും അനങ്ങാതെ കൂടാറില്ലാതെ വേറൊരു വഴി സ്വീകരിക്കാൻ പറ്റൂല.
അതുകൊണ്ടാണല്ലോ 2010 ഓൾ പ്രോഗ്രാം ക്യാൻസലാക്കിയപ്പോഴും അനങ്ങാതെ കൂടി ക്ഷമിച്ച് കൂടിയിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവില്ല, പിള്ളേർക്ക് മനസ്സിലാവില്ല, മനസ്സിലാവണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ, ഇസ്തിഖാമത്ത് അല്ലാഹ് നസീബാക്കി തരട്ടെ. പക്ഷെ ഒരു ഇൽമ കിട്ടിയിട്ടുണ്ട്, എന്താ അറിയോ? ഈ അകത്താക്കലും പുറത്താക്കലും തർബിയത്തിന് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്. എന്നെ പരിശോധിക്കാൻ അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തർബിയത്താണെന്ന് കണ്ടിട്ട് മുന്നോട്ട് പോകണം. ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തണ്ട, ആരെയും എതിർപ്പിന് സ്ഥാനത്ത് നിർത്തണ്ട. എല്ലാം അള്ളാഹുവിന്റെ തർബിയത്ത് വേണമെന്ന് അള്ള കരുതിയാൽ വേണം, വേണ്ട എന്ന് അള്ള തീരുമാനിച്ചാൽ വേണ്ട, ആര് തീരുമാനിച്ചാലും നടക്കുകയും ചെയ്യില്ല. അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? ഇതിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ്? അള്ളാഹ്ക്കറിയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞതുപോലെ നമ്മൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തെ പറ്റി ബോധവാന്മാരായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ. കഥ പറഞ്ഞരിയല്ല, കിസ്സപ്പാട്ടും കഥപ്പാട്ടും ഉണ്ടാക്കാനല്ല. അള്ളാഹു ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എങ്ങനെയാ ഇടപെടല് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ തദ്ബീർ എങ്ങനെയാണ്, അല്ലാഹു തആല എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അത് യൂസുഫ് നബിയെ കണ്ട് നിങ്ങൾ പഠിക്കണം. 10ാമത്തെ വയസ്സിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാനോട് പറഞ്ഞു, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ബാപ്പാനോട് പോയി സ്വകാര്യം പറഞ്ഞതാണ്. ഇസ്ഹാഖ് നബിന്റെ മോനാണ് യാക്കൂബ് നബി. ആ കുടുംബം തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊന്നും നേരത്തെ മനസ്സിലായി വന്നില്ല എങ്കിൽ ഒരുപാട് സഹിച്ചേനെ, കുറെ ദർജിയും കൂടിയേനെ, സഹിക്കാൻ തോന്നിയില്ല. ചിലപ്പോ മനുഷ്യന്റെ ഉണ്ടല്ലോ പിന്നെന്താണ് പറയാ, അതിന് എടുത്തിയാട്ടം അല്ലെ, ഇതൊക്കെ ചിലപ്പോൾ വാക്കിലൂടെ കാണാം, പ്രവൃത്തിയിലൂടെ കാണാം. ആലോചിച്ച് നോക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹ് അവസരം തരുമ്പോ ഉപയോഗപ്പെടുത്തുക. അള്ളാഹ് അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ അനങ്ങാതിരിക്കുക, അള്ളാഹ് പോവാൻ പറഞ്ഞാൽ പോവുക, അള്ളാഹ് വരാൻ പറഞ്ഞാൽ വരിക. ആരെയും കുറ്റവും പറയണ്ട, ആരും നല്ലവും പറയണ്ട. അല്ലേ? ആരും അതിന് പ്രതികളുമല്ല, ആരും എന്ന അന്യായക്കാരുമല്ല. എല്ലാം അള്ളാഹുവിന്റെ കരുക്കൾ. ഈ പെട്ടിയിൽ, അതായത് ഈ കാരം ബോർഡ് പെട്ടിയിൽ എല്ലാം കട്ടകൾ. കളിക്കുന്നവൻ കട്ട ഏത് ഭാഗത്തേക്കാണോ ചൊട്ടുന്നത് അവിടെ പോയി പോകും. കട്ടകൾക്ക് സ്വന്തമായി ഞാൻ ഇന്ന ഊയിലേ പോയി പോകുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പരിപാടി. കാരം ബോർഡ് അറിയില്ലേ? കാരം ബോർഡ് തന്നെ നിങ്ങൾ പറയാ. ചെറിയ പ്രായത്തിലൊക്കെ കളിച്ചിട്ടില്ലേ? യാസിൻ സാഹിബ് കളിച്ചിട്ടില്ല. കാരം ബോർഡ് വെട്ടിയിൽ ആ കട്ടകൾക്ക് സ്വന്തമായി ഞാൻ ഇന്ന കുഴിയിലേ പോയിട്ട് പോകുന്നു പറയില്ല. കട്ട ചൊട്ടുന്നോൻ എങ്ങോട്ടാണോ ചൊട്ടുന്ന അവിടെ പോയി പോകലാണ്. നമ്മളൊക്കെ കാരം ബോർഡ് വെട്ടിയിലെ കട്ടകൾ, ഈ ഭൂമിയാകുന്ന കാരം ബോർഡ് വെട്ടിയിലെ കട്ടകൾ. അബ്ദുള്ള കട്ട, യാസിൻ സാഹിബ് കട്ട, എല്ലാം കട്ടകൾ. ചൊട്ടുന്നവൻ അല്ലാഹ്. തെക്കോട്ട് ചുട്ടിയാ തെക്കോട്ട്, വടക്കോട്ട് ചുട്ടിയാ വടക്കോട്ട്. ഒരുപാട് കാലം രാജാവായിട്ട് ഇങ്ങനെ മംഗലാപുരം ഭാഗത്ത് സലഫിയത്ത് എന്നും പറഞ്ഞിട്ട് തൗഹീദും പറഞ്ഞു നടന്നു. പെട്ടെന്ന് ഓൾ പ്രോഗ്രാം ക്യാൻസൽഡ്. അന്ന് അത്ര ഗൗരവത്തെ ചിന്തിച്ചില്ല. ഇത് അള്ളാന്റെ ഒരു നടപടിയാണ്, അള്ളാന്റെ ഒരു തർബിയത്ത് ഏർപ്പാടാണ്. ഹദ്റത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങനെയാണ് അള്ളാഹു തആല വളർത്തി കൊണ്ടുവന്നത്. ഇതെല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. അതൊന്നും അത്ര ചിന്തിച്ചില്ല. പിന്നെ ചിന്തിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോഴെന്തായി? ഇപ്പൊ ഫുള്ളി റാഹത്ത്. അകത്താക്കിയാലുണ്ടായത്ത്, പുറത്താക്കിയാലുണ്ടായത്ത്. അൽഹംദുലില്ലാഹ്. ഏൽപ്പിക്കപ്പെട്ട ജോലി കൃത്യമായി വജ്ഹുള്ള വിചാരിച്ച് കണക്കാക്കില്ല. മാ അസ്അലുക്കും മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബാപ്പ പറഞ്ഞു, മോനെ യാ ലാ തഖസ്സുസ് റുയാക അലാ ഇഖ്വതിക് ഫയകീദു ലക കൈദാ. പൊന്നുമോനെ, നീ ഇതാരോടും പറയണ്ട. ഈ കിനാവിന്റെ തഅബീർ അതിശയകരമാണ്. തീർച്ചയായിട്ടും നീ വലിയ വലിയ ആളാവാൻ പോകുന്നുണ്ട്. ഈ ഉപ്പയും നീ ഉമ്മയും നിന്റെ ഈ ജ്യേഷ്ഠന്മാരെല്ലാം നിന്റെ കീഴിൽ നിന്നെ അനുവർത്തിച്ച്, നിന്നെ അനുകൂലിച്ച്, നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. മോനെ, അതിശയകരമായ വിഷയങ്ങളാണ് വരാൻ പോകുന്നത്. ഇത് നീ ആരോടും പറയണ്ട. അവർ നിന്നെ വല്ല ചന്ദ്രത്തിലും ചാടിക്കും, വല്ല അപകടത്തിലും ചാടിക്കും. ആ സ്വപ്നം അവിടെ അവസാനിച്ചു. ആ അധ്യായം അവിടെ അവസാനിച്ചു, ബാപ്പയും മോനും തമ്മിൽ. 2ാമത്തെ അധ്യായം തുടങ്ങുന്നത് 10 ജ്യേഷ്ഠന്മാര് കൂടി യാക്കൂബിനെ സമീപിച്ചിട്ട് പറയുന്നു, യൂസുഫിന് ഞങ്ങളോടൊപ്പം മൈതാനത്ത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആട്ടിനെ മേയ്ക്കാൻ പോകുമ്പോൾ യൂസുഫിനെയും കൊണ്ടുപോകാം. യൂസുഫിനെ കളിയും ചിരിയും പഠിപ്പിക്കാം, ഓട്ടം പഠിപ്പിക്കാം, പന്തയം പഠിപ്പിക്കാം, കുതിര ഓട്ടം പഠിപ്പിക്കാം. ബാപ്പ സമ്മതിച്ചില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി അഖാഫു ഖാല ഇൻ തദ്ഹബൂ ബിഹി. എന്താ പറഞ്ഞ? ഖാല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവനെ ഇന്നഹു ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി വഅഖാഫു അൻ യഅകുലഹു الذئബു വഅൻതും അൻഹു ഗാഫിലൂൻ. ഇല്ല മക്കളെ, ഞാൻ അവനെ അയക്കൂല. എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഭയങ്കരമായ സങ്കടം വരുന്നു.
എന്റെ മോനെ നിങ്ങൾ ഒറ്റക്ക് നിർത്തിയിട്ട് കളിച്ചിട്ട് മുന്നോട്ട് പോകും. എന്റെ മോനെ ചെന്നായ തിന്നുമെന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങൾ എന്റെ മോനെ ഒറ്റക്കാക്കിയിട്ട് എവിടെയെങ്കിലും പോയാൽ അതുകൊണ്ട് ഞാൻ അയച്ചു തരൂല എന്ന് ആദ്യം പറഞ്ഞു. നിർബന്ധം പിടിച്ചു. യൂസുഫിനും ആഗ്രഹം ഏട്ടന്മാരൊക്കെ പോകാൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യാക്കൂബിന് അത് വഴിപ്പെട്ടേ പറ്റൂ. അത്ര ഇഷ്ടമായിരുന്നു മോനോട്. എന്നാ ശരി പൊയ്ക്കോളിൻ എന്നായി അല്ലേ? അങ്ങനെ ഏട്ടന്മാരെ ഇനിയും കൂട്ടിട്ട് പോയത്. എന്താ സംഭവിച്ചത്? വഴിയിലെത്തിയപ്പോൾ ഉപ്പാന്റെ കണ്ണ് തട്ടിയപ്പോൾ കഴുതപ്പുറത്തുനിന്ന് യൂസുഫിനെ തട്ടിയിട്ടു ഒരു സഹോദരൻ. നിങ്ങൾ ആലോചിക്കണം, ലോക ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ ശത്രുക്കൾ ഉണ്ടായിട്ടില്ല കൂട്ടർ. ഒരു ഉപ്പാന്റെ മക്കളാണ്. എന്നിട്ടാണ് പിന്നെ ആരാന്റെ കാര്യം? നമ്മൾ അങ്ങോട്ട് തവക്കുലൊക്കെ, പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ? എങ്ങനെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന 10 മക്കൾ ചെയ്തത് എന്താണെന്നറിയുമോ? കഴുതപ്പുറത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് ആകുന്ന ബാലൻ 10 വയസ്സേ ഉള്ളൂ. താടി മീശി മുളച്ചിട്ടില്ല, മനോഹരമായ ബാലൻ. ബാപ്പാന്റെ കണ്ണ് തെറ്റിയപ്പോൾ കഴുതപ്പുറത്തുനിന്ന് തട്ടി മറിച്ചിട്ടു താഴത്തേക്ക്. എന്നിട്ടൊരു ജ്യേഷ്ഠൻ പോയിട്ട് മുഖത്ത് ചവിട്ടി മുഖം മുറിഞ്ഞു ചോര വന്നു. ആ മോനെ പിന്നെ അവർ കൊണ്ടുപോയത് അടിച്ചിട്ടും ഇടിച്ചിട്ടും കുത്തിയിട്ടും മൈതാനത്തെത്തുന്നത് വരെ. മൈതാനത്തെത്തിയപ്പോൾ യോഗം കൂടി കൊന്നുകളയാൻ തീരുമാനിച്ചു. ഒരുത്തൻ കത്തി ഊരി. അപ്പൊ മൂത്ത ഏട്ടൻ പറഞ്ഞു, വേണ്ട, കൊല്ലണ്ട, നമ്മളെ കൂടെ പുറപ്പല്ലേ, നമുക്ക് ഏതെങ്കിലും കിണറ്റിലെങ്ങാൻ ഇട്ടിട്ട് രക്ഷപ്പെടാം, ആരെങ്കിലും വന്ന് കൊണ്ടുപോയിക്കോളും. അങ്ങനെ അവരെല്ലാവരും കൂടി യോജിച്ചു ഗയാബത്തുൽ ജുബിൽ കൊണ്ടുപോയി തള്ളി. അല്ലേ? ആ അധ്യായം അവിടെ അവസാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നവും യാക്കൂബിന്റെ ചർച്ചയും ഈ സംഭവം തമ്മിൽ ബന്ധമുണ്ടോ? ഈ സംഭവത്തിന് ആ സ്വപ്നവും തമ്മിൽ ബന്ധമുണ്ടോ? പക്ഷെ അള്ളാഹു രണ്ടും ഒരേപോലെ അറിയുന്നവരാണ്. സ്വപ്നത്തിന്റെ കഥ വാപ്പയും മോനും മാത്രമേ അറിയുള്ളൂ. കിണറ്റിലിട്ട കഥ ഏട്ടന്മാർ മാത്രമേ അറിയുള്ളൂ, വാപ്പ അറിയില്ല. പക്ഷെ ഇത് രണ്ടും കൂട്ടി വായിക്കുന്നവൻ ആരാണ്? അല്ലാഹ്. അല്ലാഹു തആല അപ്പോഴും അറിയുന്നവനാണ്. ഈ യൂസുഫാണ് പിന്നീട് അസീസാവേണ്ടത്, ഈജിപ്തിലെ ഭരണാധികാരിയാവേണ്ടത് എന്ന്. അത് അള്ളാഹു അറിയുന്നവനാണ്. നാളെ അസീസാവേണ്ട യൂസുഫിന് തർബിയത്ത് കൊടുക്കുന്നു അള്ളാഹു കിണറ്റിൽ. വെള്ളത്തിൽ മുങ്ങിത്താണ യൂസുഫ്. ആ യൂസുഫിനെ സംരക്ഷിക്കാൻ അള്ളാഹു ദൂതനെ അയക്കുന്നു. കിണറിന്റെ ഓരത്തെടുത്ത് കെട്ടുന്നു. അപ്പോഴാണ് കച്ചവട സംഘം വരുന്നത്. ഇറാഖിൽ നിന്ന് മാലിക് ബിനു സഹറിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ദാഹം കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു. തൊട്ടിയിറക്കി, തൊട്ടി കിണറ്റിലേക്ക് ഇറക്കി. ആദ്യത്തെ വെള്ളം കോരി എല്ലാരും കുടിച്ച് ദാഹം തീർത്തു. ഇനിയും കോരാൻ വേണ്ടി തൊട്ടിയിറക്കി. ദൂതൻ ബഹുമാനപ്പെട്ട യൂസുഫ് ആകുന്ന പൊന്നുമോനെ ബക്കറ്റിൽ ഇരുത്തിക്കൊടുത്തു. വെള്ളം നിറഞ്ഞ ധാരണയോടെ വെള്ളം വലിച്ചു കൊണ്ട് കരക്കെത്തി. അപ്പോഴതാ പൂനിലാവ് പോലത്തെ ഒരു പൊന്നുമോൻ. സന്തോഷമേ സന്തോഷമേ, ഒരു പൊന്നുമോനെ കിട്ടിപ്പോയി. മാലിക് ബിനു സഹർ ആ പൊന്നുമോനെ അടിമക്കമ്പോളത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ കിണറ്റിലിട്ട മോൻ എന്തായി എന്നറിയാൻ വേണ്ടി ക്രൂരന്മാരായ ജ്യേഷ്ഠന്മാര് വന്നു നോക്കുകയായിരുന്നു. അപ്പോഴാ കച്ചവട സംഘം എടുക്കുന്നത് കണ്ടത്. അവരുമായിട്ട് വിലപേശി ആ ജ്യേഷ്ഠന്മാര് പറഞ്ഞു, ഞങ്ങളുടെ അടിമച്ചക്കനാണ് ഇവൻ ഓടിപ്പോയതാണ്, ഞങ്ങൾ ഇവൻ അന്വേഷിച്ചു വന്നതാണ്, ഞങ്ങൾ അടിമയാണ്, ഓടിപ്പോയ അടിമവൻ കിണറ്റിൽ വീണതാണ്, ഞങ്ങൾക്ക് തിരിച്ചു തരണം. മാലിക് ബിൻ സഹർ മോനോട് ചോദിച്ചു, മോനെ നീ പോന്നോ ഇവരൊന്നിച്ച്, അല്ലെ ഞങ്ങൾ ഒന്നിച്ച് വരുന്നോ? ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന പൊന്നുമോൻ ജ്യേഷ്ഠന്മാരെ മുഖത്തും നോക്കി, മാലിക് ബിൻ സഹറിന്റെ മുഖത്തും നോക്കി, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി. അവസാനം യൂസുഫ് താഴത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം വരാം, ഇവരൊന്നിച്ചു പോകുന്നില്ല എന്ന്. അപ്പം ഒരു എന്നാ വില തരണമെന്നായി. ജ്യേഷ്ഠന്മാര് വില തരണമെന്നായി. വെറും 18 ദിർഹമിന് ആ പൊന്നുമോനെ ആ ക്രൂരന്മാരാകുന്ന ജ്യേഷ്ഠന്മാര് വിറ്റു. സഹോദരന്മാരെ, വെറും 18 ദിർഹമിന്. ഫശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കെട്ടി ബന്ധാക്കി കഴുതപ്പുറത്തിരുത്തിയിട്ട് യാത്രയായി. ആ സംഭവം അവിടെ അവസാനിച്ചു. അടുത്ത സംഭവം അരങ്ങേറുന്നത് ഈജിപ്തിലെ കാലിച്ചന്തയിലാണ്. അടിമക്കൂട്ടമാകുന്ന കറുത്ത വർഗത്തെ കയ്യും കാലും ചങ്ങലക്കിട്ടിട്ട് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ബഹുമനോഹരമായ യൂസുഫിനെയും വിൽപ്പനക്ക്. മാലിക് ബിൻ സഹർ ഒരു മേശപ്പുറത്തിരുത്തിയിട്ട് ലേലം വിളിക്കുകയാണ്. 100 ദിർഹം എന്ന് തുടങ്ങിയ ലേലം 500 ദിർഹമിലെത്തി, 1000 ദിർഹമിലെത്തി. അപ്പോഴാണ് സുലൈഖയും അസീസും ലേലം പിടിക്കാൻ വേണ്ടി വരുന്നത്. കേട്ടറിഞ്ഞിട്ട് 3000 ദിർഹമിന്
അസീസ് ലേലത്തിനെടുത്തു. സുലൈഖയും അസീസും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ആ സംഭവം അവിടെ അവസാനിച്ചു ഇല്ലേ? എന്റെയും നിങ്ങളെയും ജീവിതത്തിലൊക്കെ ഒരു എത്തിനോട്ടം. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയാണ് ജീവിക്കാൻ? എന്തെല്ലാണ് സംഭവിച്ചത്? അതേ സഹോദരന്മാരെ, 1000 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു സംഭവം ഇനിയും 1000 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും തീരുക. അതിന്റെ ഇടയിൽ നമ്മളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്ന കരുക്കളായിട്ട് പിന്നെ എന്തിനെ നാം ദുഃഖിക്കണം? എന്റെ അള്ളാഹു എന്നെ ഉപയോഗപ്പെടുത്തുന്നു. ഇന്ന് സംഭവിച്ചാൽ ഞാൻ അങ്ങ് തീരും. സംഭവം നാളത്തേക്ക് പോകും. നാളെ ആഖിറത്തിലെത്തിയാൽ അറിയാം അള്ളാഹു എന്തിനാണ് എന്നെ ഉപയോഗിച്ചത് എന്ന്. ഇതാണ് ഒരു മുഅ്മിന്റെ വിശ്വാസമെങ്കിൽ. അതുകൊണ്ടാണ് ആത്മഹത്യ ഈമാന്റെ മുസ്ലിങ്ങളിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് നാടോടലില്ലാത്തത്, വിഷം കൊടുത്ത് ചാകാത്തത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ പറ്റി കൃത്യമായ അറിവുള്ളതുകൊണ്ട്. എന്റെ അള്ളാഹ് ഈ സമയത്ത് എന്റെ കാര്യത്തിൽ തീരുമാനിച്ചത് ഞാനുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ഒരു 100 കൊല്ലം മുമ്പ് നടന്ന സംഭവമായിരിക്കും. അതിങ്ങനെ തുടരുകയാണ്. അത് എന്റെ കാലം വന്നപ്പോൾ ഞാൻ അതിന് കരുവായി. ഞാനിങ്ങ് മരിച്ചു പോകും. പക്ഷെ സംഭവം ഇനിയും പോകും മുന്നോട്ട്. അത് ലോകാവസാനം വരെ നീണ്ടു കിടക്കും. എവിടെയാണോ ഫുൾ സ്റ്റോപ്പ്, അതിൽ ആയിരക്കണക്കിന് കരുക്കൾ ഉണ്ടാകും. ആ കരുക്കൾക്ക് അള്ളാഹു നാളെ പ്രതിഫലം കൊടുക്കും. ഇവിടെ ഉപയോഗിച്ചതിന് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചതിന് നാളെ പ്രതിഫലം കൊടുക്കും. പിന്നെ ഞാനെന്തിനു ദുഃഖിക്കണം? ബഹുമാനപ്പെട്ട ഹസ്രത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം കൊട്ടാരത്തിലെത്തി. സംഭവം നിങ്ങൾക്കറിയാം. ഓരോ സംഭവവും സെപ്പറേറ്റ് സംഭവങ്ങളാണ്. അവസാനം ബാപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും പേരക്കുട്ടികളും എല്ലാവരും ഒന്നിച്ച് ഈജിപ്തിലേക്ക് തിരിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് ആദ്യം വെറും ഭൃത്യൻ, പിന്നെ ജയിൽവാസം, ജയിൽ കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ ഒരു കൃഷി വകുപ്പ് ഏറ്റെടുത്തിട്ട് അത് പിന്നെ സുലൈഖാന്റെ ഭർത്താവ് അസീസ് മരിച്ചപ്പോൾ ആ സ്ഥാനം രാജാവ് യൂസുഫിന് കൊടുത്തു. യൂസുഫ് ഇപ്പോൾ അസീസായി, പ്രധാനമന്ത്രിയായി. ഇനി അങ്ങോട്ട് രാജാവാകണം. എല്ലാം കഴിഞ്ഞ് എല്ലാം സംഭവിച്ചു. ചേംബറിലേക്ക് കടന്നു വരുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും ബഹുമാനിച്ച് തലകുനിച്ചിരിക്കുമ്പോൾ ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും തലകുനിച്ചിരിക്കുന്നു യൂസുഫിന്റെ മുമ്പിൽ. ആ സമയത്ത് ആ ബാപ്പാനെയും ഉമ്മാനെയും മുത്തമ്മാനെയും, ഉമ്മ മരിച്ചുപോയി നേരത്തെ, മുത്തമ്മാനെയും ജ്യേഷ്ഠന്മാരെയും എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഹാദാ തഅ്വീലു റുയായി ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. ബാപ്പാ, 70 കൊല്ലം മുമ്പ് ഞാൻ കണ്ട സ്വപ്നമില്ലേ ബാപ്പാ? അന്ന് ഞാൻ കണ്ട സൂര്യൻ നിങ്ങളാണ്. അന്ന് ഞാൻ കണ്ട ചന്ദ്രൻ ഈ മുത്തുമ്മയാണ്. അന്ന് ഞാൻ കണ്ട 10 നക്ഷത്രങ്ങൾ എൻ്റെ ഈ 10 സഹോദരങ്ങളാണ്. നിങ്ങൾ എൻ്റെ രാജാസ്ഥാനത്തിന്റെ കീഴിൽ സുഖമായിട്ട് ജീവിച്ച വാപ്പ. ഇതാണ് ആ തഅബീർ, ആ കിനാവിന്റെ ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. എൻ്റെ റബ്ബ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വാപ്പ എന്ന്. അവിടെ ക്ലോസ് ആയി അല്ലേ? ഇതാണ് അള്ളാഹുവിന്റെ ഇടപെടലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിന് പകരക്കാര്? പിന്നെ എന്തിനാണ് അള്ളാഹുവിന് ഇടയാളുകള്? പിന്നെ എന്തിനാണ് അള്ളാഹുവിന് വേറൊരുത്തന്റെ ശുപാർശ? പിന്നെ എന്തിനാണ് അള്ളാഹുവിന് വേറൊരാളെ സഹായം? ഇതാണ് അള്ളാഹുവിന്റെ നടപടിക്രമമെങ്കിൽ അതിന് നിന്നു കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തമല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആൾക്കാർക്കുള്ളൂ? വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആൾക്കാർക്ക്? അതാണ് കൂട്ടരെ തൗഹീദ്. വളരെ 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 കൃത്യവും അതേ അവസരത്തിൽ അതിന്റെ അഗാധതയും ആ ഇസ്ലാമിന്റെ പ്രമേയം അത്ര ശക്തമാണ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 11ാമത്തെ തലമുറ 5 ഔലിയാക്കളുടെ കബറും പുറത്ത് മരത്തിന്റെ കുറ്റികൾ നാട്ടി ശൈത്താൻ ഉപദേശിച്ചതനുസരിച്ച് അവർ ഇലാഹത്തിലെത്തിയില്ല, ജാഹുവർക്കത്തിലെത്തിയില്ല, അങ്ങനെ ഒരു സംവിധാനത്തിലും എത്തിയില്ല. 12ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. വദ്ദിന്റെയും സുവാഇന്റെയും ദർസിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചവരെല്ലാം മരിച്ചു തീർന്നു. ഇവരെ പറ്റി കേട്ടറിഞ്ഞവർ മാത്രമാണ് ഇപ്പോൾ. അവരോട് ശൈത്താൻ പറഞ്ഞത്, ഈ ചെതലരിച്ചു കൊണ്ടിരിക്കുന്ന മരത്തിന്റെ കുറ്റികൾ കണ്ടില്ലേ? ഈ ആയിരക്കണക്കിന് കബറുകളെ കൂട്ടത്തിൽ ഈ 5 കബറിന് മാത്രം എന്തിനാണ് ഈ മരത്തിന്റെ കുറ്റി? നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഉപ്പാപ്പന്മാരെന്താ അത്ര പൊട്ടന്മാരാണോ? നിങ്ങളെ കാരണന്മാരത്ര മടയന്മാരാണോ? നിങ്ങളെ മരിച്ചുപോയ ശൈഖുനമാരും മൗലാനമാരും ചെയ്തു വെച്ചതല്ലേ ഇത്? ഇതെന്താ അവരത്ര ഇൽമില്ലാത്തവരാണോ? അവരൊക്കെ പൂർവിക മഹാന്മാരല്ലേ? നമ്മളൊക്കെ ഇന്നലെ മുളച്ചതല്ലേ? അവരൊക്കെ പണ്ട് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരല്ലേ? അവര് ചെയ്തു വെച്ചതല്ലേ ഈ 5 കബറിന് ഈ പ്രത്യേകത? അതെ, ഇവർക്കെന്തോ പ്രത്യേകതയുണ്ട്. അപ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങൾ ഉപ്പുപ്പന്മാര് ചെയ്തു വെച്ചതാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ കബർ വെച്ചുകൊണ്ട് വേണം അള്ളാഹുലേക്ക് അടുക്കാൻ. നിങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഈ മഹാന്മാരെ വെച്ചുകൊണ്ട് വേണം. അതിനാണ് നിങ്ങൾ ഉപ്പുപ്പന്മാരെ സിഗ്നൽ തന്നിരിക്കുന്നത്. 12ാമത്തെ തലമുറ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം?
ഈ ചെതലരിച്ചു പോയ മരത്തിന്റെ കുറ്റി മാറ്റി കല്ലെടുത്ത് വെച്ച് ഈ 5 ഖബറുകളെ വേർതിരിക്കണം. അവർ ആ കല്ലെടുത്ത് വെച്ച് വേർതിരിക്കുന്നതിൽ കലാശിച്ചു. ഇലാഹത്തിലെത്തിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തെറ്റിയില്ല, തൗഹീദിൽ നിന്ന് തെറ്റിയില്ല. ഈ ഉപദേശപ്രകാരം ഉസ്താദുമാരെ ഖബറല്ലേ ഉപ്പുപ്പമാര് ചെയ്തതല്ലേ എന്നും പറഞ്ഞ് ഒന്ന് കെട്ടി റെഡിയാക്കി വെച്ചു. അങ്ങനെ തന്നെയല്ലേ ശിർക്കെത്തിയത് മുഴുവനും. മരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഉറൂസ് നടക്കുകയാണോ? ആണോ? മരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ആദ്യത്തെ കൊല്ലം ഈ രീതിയിൽ മണ്ണുവാരിടലായി, 2ാമത്തെ കൊല്ലം ഒരു കുറ്റികുഴിച്ചിടലായി, 4ാമത്തെ കൊല്ലം കല്ലെടുത്ത് വെക്കലായി, 5ാമത്തെ കൊല്ലം കല്ലാശാരി വന്നിട്ട് കുശലായി, 6ാമത്തെ കൊല്ലം പച്ച പെയിന്റിടലായി, 7ാമത്തെ കൊല്ലം ഇലാഹറത്തിയുമായിട്ട് മൗലാനമാര് വരവായി, പിന്നെ ഉറൂസായി, പിന്നെ ആയി ആരാധനാ കേന്ദ്രമായി. ഇന്നലെ പണ്ടും വന്നിരിക്കുന്നത്. ഇതിന് ചരിത്രരേഖ എന്താണെന്ന് നാം ചോദിക്കുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ തുടക്കം മുതലേ അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിലില്ല. ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം ഇത് അള്ളാഹുവിനോടുള്ള നിഷേധമാണ്. അള്ളാഹു താന ജാതിയും മതവും നോക്കിയിട്ടാണോ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നത്? ആദർശം നോക്കിയിട്ടാണോ മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നത്? ഇവിടുത്തെ ഹിന്ദുക്കൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹു അല്ലേ? ക്രിസ്ത്യാനികൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹു അല്ലേ? ജൂതന്മാർ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന അള്ളാഹു അല്ലേ? ബിസ്മി ചൊല്ലി കല്യാണം കഴിച്ചവനിക്ക് മക്കളെ കൊടുക്കുന്ന അല്ലാഹ്, യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്ന അല്ലാഹ്. ഇതല്ലേ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? ഏതെങ്കിലും ദേവിനെ വിളിച്ചിട്ട് കല്യാണം കഴിക്കുന്ന മുശ്രിക്കീങ്ങൾക്കും മക്കളെ കൊടുക്കുന്നവനല്ല. ആര്യ ദ്രാവിഡന്മാർക്ക് മക്കളെ കൊടുക്കുന്നവനല്ല. ഉസൈറിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ജൂതന്മാർക്ക് മക്കളെ കൊടുക്കുന്നല്ല. പാർട്ടി ഓഫീസിൽ മാലയിട്ട് കല്യാണം കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് മക്കളെ കൊടുക്കുന്നല്ല. ജാറത്തിൽ ചെന്നിട്ട് ഇലാഹത്തി വിളിച്ച് കല്യാണം കഴിക്കുന്ന OBCക്കും മക്കളെ കൊടുക്കുന്നല്ല. ഇവിടെ മക്കളെ കൊടുക്കുന്നതിന് അല്ലാഹു തആല പ്രത്യേകമായ എന്തെങ്കിലും വ്യവസ്ഥ ഏർപ്പെടുത്താക്കിയിട്ടുണ്ടോ? ഉണ്ടോ കൂട്ടരെ? ആവശ്യ പൂർത്തീകരണത്തിന് ഇന്ന ആദർശക്കാരനായിരിക്കണമെന്ന് അല്ലാഹു തആല വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ? ബിസ്മി ചൊല്ലി കച്ചവടം നടത്തുന്ന മുസ്ലിമിനും ലാഭം കൊടുക്കുന്നവനല്ല. യേശുവിനെ വിളിച്ച് കച്ചവടം നടത്തുന്ന ക്രിസ്ത്യാനിക്കും ലാഭം കൊടുക്കുന്നവനല്ല. ജാറത്തിൽ കൈമടക്ക് കൊടുത്തിട്ട് ദർഗയിൽ കൈമടക്ക് കൊടുത്തിട്ട് കച്ചവടം നടത്തുന്ന ഷീഈ മതക്കാരനും ലാഭം കൊടുക്കുന്നവനല്ല. പാർട്ടി ഓഫീസിലെ ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്ന നിരീശ്വരവാദിക്കും ലാഭം കൊടുക്കുന്നവനല്ല. ഉസൈറിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ജൂതനും ലാഭം കൊടുക്കുന്നവനല്ല. അല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ലാന്ന് പറയാൻ? ഇവിടെ മുസ്ലിമീങ്ങളുടെ കാര്യം മാത്രമേ അല്ല നോക്കാറുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം നോക്കുന്ന അല്ല അല്ലാന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യ പൂർത്തീകരണത്തിന്റെ അസ്ബാബുകളെ സബബാക്കി വെച്ചിട്ട് ആദർശത്തെ അമാലുകളെ സബബാക്കി വെച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതല്ല, ജാറത്തിന്റെ ആൾക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതല്ല, ഇബ്രാഹിം നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്തതല്ല, നമ്രൂദിന് സൗകര്യം ചെയ്തു കൊടുത്തതല്ല, മൂസ നബിക്ക് ആവശ്യം പൂർത്തിയാക്കി കൊടുത്തതല്ല, ഫിറൗൻ ആവശ്യം പൂർത്തിയാക്കി കൊടുത്തതും അല്ല. അല്ലേ? എന്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്? ഖാല മൂസ റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. നീയാണല്ലോ അല്ലാഹുവേ ഫിറൗനി മുതൽ കൊടുത്തത്, നീയാണല്ലോ അല്ലാഹുവേ ഫിറൗനി അധികാരം കൊടുത്തത്, നീയാണല്ലോ ഫിറൗന്റെ ആൾക്കാർക്ക് ഈ സമ്പത്ത് കൊടുത്തത്, ഫിറൗന്റെ ആൾക്കാർക്ക് ഈ സൗകര്യങ്ങൾ നീയാണല്ലോ ചെയ്തു കൊടുത്തത്. അത് വെച്ചിട്ടല്ലേ അവരെ ആക്രമിക്കുന്നത്. അല്ലാഹുവേ അവർക്ക് നല്ലൊരു ശിക്ഷ, ഇവരെ സമ്പത്ത് നീ കണ്ടുകെട്ടണം, ഇവരെ കൽബിനെ നീ കട്ടിയാക്കണം, എന്നാലേ അവർ വിശ്വസിക്കൂ. ഫിറോനെ പറ്റി മൂസ നബി അല്ലാഹുവോട് പറഞ്ഞ വാക്കല്ലേ ഇത്? അപ്പൊ ഫിറോന് കിട്ടിയതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് മൂസ നബി സമ്മതിച്ചില്ലേ? ഇത് അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്ന കാര്യമല്ലേ? ഫിറോന്റെ ആദർശം നോക്കിയിട്ടാണോ അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഫിറോന്റെ ഇസ്ലാമിക നിസ്കാരവും നോമ്പും നോക്കിയിട്ടാണോ അല്ലാഹ് ഈ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്? വലീദിന്റെ കാര്യം എടുക്കുക, അഷ്റഫുൽ ശത്രുവായ വലീദിന്റെ കാര്യം എടുക്കും. എന്താണ് വലീദിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്? സൂറത്തുൽ മുദ്ദസ്സിർ, ദർനി വമൻ ഖലഖതു വഹീദ. ഓ മുഹമ്മദ്, ഈ കുരുകുരുത്തം കെട്ട വലീദിനെ എനിക്ക് വിട്ടു തന്നേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നിട്ടെന്താ പറഞ്ഞത്? ഞാനാണ് അവനിക്ക് ഈ മുതലും സൗകര്യങ്ങളൊക്കെ കൊടുത്തത്. വഹത്തു ലഹു തംഹീദ മാലം മംദൂദ. ഈ നീട്ടി പരന്ന മുതലും തോട്ടവും ഞാനാണ് കൊടുത്തത്. വമഹത്തു ലഹു തംഹീദ വബനീന ശുഹൂദ. ഈ കടാകടിയന്മാരായ മക്കളെ കൊടുത്തത് ഞാനാണ്. അത് കൂടുതൽ കിട്ടണമെന്ന് അവൻ ചോദിച്ചപ്പോൾ കൊടുത്തത് ഞാനാണ്. വലീദിനെ പറ്റിയല്ലേ അല്ലാഹു തആല പറഞ്ഞത്? വലീദിന്റെ ആദർശം നോക്കിയിട്ടാണോ അല്ലാഹു തആല ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞത്? അതോ അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക് റേഷൻ, മൂസ നബിക്ക് റേഷൻ, ഇബ്രാഹിം നബിക്ക് റേഷൻ, നമ്രൂദിന് വാരിക്കോരി, ഫിറോന് വാരിക്കോരി,
അബൂജഹലിന് വാരിക്കോരി. എന്താണ് അല്ലാഹു തആല സ്വീകരിക്കുന്ന രീതി ദുനിയാവ് കൊടുക്കുന്ന കാര്യത്തില്, ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തില്? എങ്കിൽ ആവശ്യ പൂർത്തീകരണത്തിന് ഈ സമൂഹത്തെ ദർഗയിലേക്ക് തെളിച്ചതിന്റെ ധിക്കാരം ആരുടെ വകയാണ്? ദർഗയുമായി ആവശ്യങ്ങൾക്ക് എന്ത് ബന്ധമാണ്? കൊടിയ കുഫറല്ലേ അത്? എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് പള്ളി ദർസ് നമ്മൾ ഓതി പഠിച്ചത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി അള്ളാന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എങ്ങത്തെ അല്ലാഹ് റഹ്മാൻ, ഈ ദുനിയാവിൽ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ്. ഇതല്ലേ നമ്മൾ ഓതി പഠിച്ചത് പണ്ട് ദർസെന്ന്? പിന്നെ എങ്ങത്തെ അല്ലാഹ് റഹീം, അനുസരിച്ചവർക്ക് ആഖിറത്തിൽ പ്രത്യേകം കൊടുക്കുന്ന അല്ലാഹ്. ഇവിടെ ദർഗയിൽ ആവശ്യ പൂർത്തീകരണത്തിനാണ് പോകുന്നതെന്നും ദർഗയിൽ പോയിട്ടാണ് ആവശ്യം പൂർത്തിയായത് എന്ന് പറഞ്ഞ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലല്ലേ അത്? അള്ളാഹ് പറയുന്നു, നിങ്ങൾ എവിടെയും പോണ്ട, ഞാൻ തരാം. നിങ്ങൾ തെറ്റും കുറ്റവും നോക്കിയിട്ടല്ല നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ദുനിയാവിന്റെ വസ്തുക്കൾ, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം, വെള്ളത്തിന് വെള്ളം, ആരോഗ്യത്തിന് ആരോഗ്യം, അതൊന്നും നിങ്ങൾ നിൽക്കാനും നോമ്പും നോക്കിയിട്ട് തരുന്നതല്ല ഞാൻ. അതെല്ലാവർക്കും കൊടുക്കുന്നു ഞാൻ. നിങ്ങൾക്കും കിട്ടും, അവർക്കും കിട്ടും. എല്ലാവർക്കും ഞാനാണ് കൊടുക്കുന്നത്. എങ്കിൽ അമ്പലത്തിൽ പോകുന്നവർക്ക് കൊടുക്കുന്നതുമല്ല, ചർച്ചിൽ പോകുന്നവർക്ക് കൊടുക്കുന്നതുമല്ല, ദർഗയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കുന്നതുമല്ല, ഇവിടെ ഒന്നും പോകാത്തവർക്ക് കൊടുക്കുന്നതുമല്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും കൊടുക്കുന്നല്ല. ഇതല്ലേ ദുനിയാവിന്റെ കാര്യത്തിൽ അല്ലാന്റെ നയം? അല്ലാന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. അള്ളാഹുവിന്റെ ഇടപെടലുകളെ പറ്റി അല്ലാന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. അല്ലാഹു തആല ആദർശം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആദർശമില്ലാത്തത് കൊണ്ട്, അനുഷ്ഠാനമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ചൊവ്വെ നിക്രിക്കുന്നവരല്ല, നമ്മൾ നേരെ ചൊവ്വെ നോമ്പ് വെക്കുന്നവരല്ല, നമ്മൾ നേരെ ചൊവ്വെ നമ്മൾ ദിക്ർ ചെല്ലുന്നവരല്ല, അള്ളാഹു ഒറ്റൊരു ബന്ധമില്ല, നമ്മൾ മദ്യപിക്കുന്നവരാണ്, നമ്മൾ തോന്നിവാസം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ സ്നേഹിക്കൂല, അതുകൊണ്ട് അള്ളാഹ് നമ്മൾ ചോദിച്ചാൽ തരൂല, അതുകൊണ്ട് നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെടുത്ത് പോകണം, എന്നിട്ട് പറയണം. അങ്ങനെ ഒരു വ്യവസ്ഥ അള്ളാഹു തആല വെച്ചിട്ടുണ്ടോ? അത് റഹ്മാൻ എന്ന ഇസ്മിനെതിരല്ലേ? അത് റഹ്മത്ത് എന്ന സിഫത്തിനെതിരല്ലേ? അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്കിലെ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മാൻ, റഹ്മാൻ എന്നത് രണ്ടാമത്തെ ഇസ്മാൻ. ആ രണ്ടാമത്തെ ഇസ്മിലുള്ള കുഫറാൻ ആവശ്യ പൂർത്തീകരണത്തിന് ദർഗയിലേക്ക് പോകുക എന്നത്. ഇതല്ലേ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? ഇതെല്ലാം പറയാൻ ദുനിയാവിൽ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? അതേ സന്ദർഭത്തിൽ അല്ലാഹു മരിക്കലോടുകൂടി ഒരു മനുഷ്യന്റെ ആദർശത്തെയാണ് പരിഗണിക്കുക. പിന്നെ മനുഷ്യൻ എന്ന പരിഗണനയില്ല, ആദർശവാദി എന്ന പരിഗണനയുള്ളൂ. അപ്പൊ ദുനിയാവിൽ അല്ലാഹ് പരിഗണിക്കുന്നത് ഇൻസാനിയത്തിനെയാണ്, ആഖിറത്തിൽ അല്ലാഹ് പരിഗണിക്കുന്നത് ഇസ്ലാമിയത്തിനെയാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തൊരു ദീനിനെ ഒരുത്തൻ ആദർശമായി പരിഗണിച്ചാൽ അവന് നഷ്ടം എവിടെ വരാൻ പോകുന്നത്? ആഖിറത്തിലാണ് വരാൻ പോകുന്നത്. അമേരിക്ക ഭരിക്കാൻ ബൈഡനെ ഏൽപ്പിച്ചത് അല്ലാഹ്, അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുത്തത് അല്ലാഹ്. റഷ്യ ഭരിക്കാൻ പുട്ടിനെ ഏൽപ്പിച്ചത് അല്ലാഹ്. ധൈര്യമുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ അല്ല എന്ന്. റഷ്യ ഭരിക്കുന്ന പുട്ടിന് അല്ലാഹുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറ. അള്ളാന്റെ ദർബാറുമായിട്ടൊരു ബന്ധവും അതിനില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ. അമേരിക്ക ഭരിക്കുന്ന ബൈഡന് അള്ളാഹുമായിട്ടൊരു ബന്ധവുമില്ല, അത് ബൈഡന്റെ സ്വന്തം വകയാണ് ആ ഭരണം എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറ. ഇന്ത്യ രാജ്യം ഭരിക്കാൻ വേണ്ടി മോദിയെ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. ധൈര്യമുണ്ടെങ്കിൽ പറ, അള്ളാഹ് ഇടപെടലില്ല എന്നുള്ളത് പറ. എന്താണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? എന്താണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? രാജ്യം ഭരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിക്കുന്ന വ്യക്തികൾ ആദർശവാദിയാകണമെന്ന നിർബന്ധം അല്ലാഹു തആലക്കുണ്ടോ? ഉണ്ടോ? നന്മ ചെയ്യുന്നവൻ മാത്രമേ നാട് ഭരിക്കാൻ പാടുന്ന വ്യവസ്ഥ അല്ലാഹു തആലക്കുണ്ടോ? ഇവിടുത്തെ അസ്ബാബുകളെ സപ്ലൈ ചെയ്യാനുള്ള ഏജൻസി അല്ലേ ഭരണകൂടം അല്ലാഹുവിന്റെ? അല്ലാഹു തആല ഭരണകൂടത്തെ ഏൽപ്പിച്ചത് മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സപ്ലൈ ചെയ്യാനുള്ള ഡ്യൂട്ടിയല്ലേ? ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ടോ? ഭരണാധികാരികൾക്കോ ഭരണഘടനക്കോ ഇവിടുത്തെ ജനങ്ങളെ സ്വർഗത്തിൽ കയറ്റാനുള്ള അവകാശമുണ്ടോ? പാർലമെന്റിലേക്ക് 500 ചില്ലോൻ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡൽഹിയിലെത്തി അധികാര കേന്ദ്രങ്ങള്, ഭൂരിപക്ഷം കിട്ടിയവർ ഭരണാധികാരികൾ, ന്യൂനപക്ഷം വരുന്നവർ പ്രതിപക്ഷം, ഇവരെല്ലാം കൂടിയിരുന്നിട്ട് ആലോചിക്കുന്ന വിഷയം എന്താണ്? ഇന്ത്യ രാജ്യത്തിലെ 130 കോടി ജനങ്ങളെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് അയക്കാന്നുള്ള ചിന്തയാണോ അവർക്കുള്ളത്? എങ്ങനെയാണ് ഇവരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ പറ്റാന്നാണോ അവർ ആലോചിക്കുന്നത്? അങ്ങനത്തെ വല്ല ഉത്തരവാദിത്വം അവർക്കുണ്ടോ ഇക്കാര്യത്തില്? നാം തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയക്കുന്ന മെമ്പർമാർക്ക് നമ്മുടെ ആഹ്ലത്തെ പറ്റി ചിന്തിക്കേണ്ട വല്ല ഉത്തരവാദിത്വം ഭരണഘടന അനുസരിച്ചുണ്ടോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എന്താണ് അവർ ഉത്തരവാദിത്വം? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്തം മാത്രമല്ലേ അവർക്കുള്ളൂ. അതിനല്ലേ നാം പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് വോട്ട് ചെയ്ത് വിട്ടത്? അതോ എന്റെ ഖബർ മുതൽ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ നീ പാർലമെന്റിൽ നിന്ന് എന്തെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണോ നാം വോട്ട് ചെയ്തിരിക്കുന്നത്? അതാണോ രാജ്യത്തിന്റെ ഭരണഘടന? അത് വ്യക്തികൾക്ക് വിട്ടുകൊടുത്തില്ലേ? അതിനല്ലേ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അതല്ലേ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അതല്ല പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? പൗരസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എന്തിനു വേണ്ടിയുള്ളതാണ്? വ്യക്തികൾക്ക് ആഹ്ലത്തിൽ വിജയിക്കാനുള്ളതാണ്. സമൂഹത്തിന് മൊത്തത്തിലുള്ള കാര്യം എന്താ? വസ്തുക്കളെ സപ്ലൈ ചെയ്യാൻ ഉത്തരവാദിത്തമാണ്.
MLA മാർക്കുള്ള ഉത്തരവാദിത്തം എന്താണ്? നാം വോട്ട് ചെയ്ത് ബാംഗ്ലൂരെ കളയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആഹാരം നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? ഭരണഘടന അനുസരിച്ച് നാം വോട്ട് ചെയ്തിരിക്കുന്നത്? അതോ നമ്മുടെ കബറ് നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? അവർ ഉത്തരവാദിത്വം അസ്ബാബുകളെ സംഘടിപ്പിച്ച്, വസ്തുക്കളെ സംഘടിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകളാണ് നാം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം മാത്രമേ അവർക്കുള്ളൂ. നമ്മുടെ ആദർശത്തിന്റെ ഉത്തരവാദിത്തം അവർക്കില്ല. നമ്മുടെ സ്വർഗത്തിലേക്ക് അയക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്തം അവർക്കില്ല. നാം ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന ഉപയോഗിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാട് നാം സ്വയം നോയിക്കൊള്ളണം. അതാണ് വ്യക്തി സ്വാതന്ത്ര്യം. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രസക്തി. എല്ലാവർക്കും തിരിഞ്ഞോളന്നില്ല. ഞാനിവിടെ ചോദിക്കുന്ന വിഷയം ഇതാ: ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു അല്ലാത്തവരെ സമീപിക്കുക എന്നത് ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയമാണോ? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആണുപെണ്ണുങ്ങളുടെ വിശ്വാസക്കുറവിനെയും വിവരക്കേടിനെയും ചൂഷണം ചെയ്തിട്ട് പുരോഹിതന്മാര് കൊഴുത്ത് തടിക്കുകയല്ലേ? ആ പുരോഹിത വർഗത്തെ ഉപയോഗിച്ച് ഭരണകൂടം വിലസുകയല്ലേ ഈ പാവപ്പെട്ട സമുദായത്തിന്റെ വിവരക്കേടിനെ? നിങ്ങൾക്ക് അള്ളാഹുമായിട്ട് ബന്ധമില്ല. അള്ളാഹു താല മഹാനാണ്. അള്ളാഹു താല വെറുപ്പാൻ. നിങ്ങൾ അള്ളാഹുമായിട്ട് അടുക്കുന്നില്ല. നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങൾ കള്ളു കുടിക്കുന്നവരാണ്, ചൂത് കളിക്കുന്നവരാണ്. നിങ്ങൾ നിൽക്കാറില്ല, നേരെ ചൊവ്വേ നോമ്പും നോക്കൂല. പിന്നെ എങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് തരിക? അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് അടുക്കണം. അള്ളാഹ് ഇഷ്ടപ്പെട്ട ബഹുമാനിച്ചവരുമായിട്ട് അടുക്കണം. അവരെ തവസ്സുൽ ചെയ്യണം, അവരെ ഇസ്തിഗാസ ചെയ്യണം. അതിനാണ് അവര്. ഇത് കള്ളമല്ലെങ്കിൽ പിന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനന്റെ ഇസ്മിനെ വിശദീകരിച്ചപ്പോൾ ഒരു വ്യവസ്ഥയും ഇല്ലാതെയല്ലേ ദുനിയാവിന്റെ കാര്യം കൊടുക്കാമെന്ന് ഏറ്റത്? അല്ലേ? നിഷേധിക്കാൻ ഒക്കുമോ? നമ്രൂദിന്റെ കയ്യിൽ രാജ്യം ഭരിക്കാൻ, ഇറാഖ് ഭരിക്കാൻ ഏൽപ്പിച്ചത് അല്ലാഹു അല്ലേ? അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുത്തതും അല്ലാഹു അല്ലേ? ഫിറൗന്റെ കയ്യിൽ ഈജിപ്ത് ഏൽപ്പിച്ചത് അല്ലാഹു അല്ലേ? അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുത്തതും അല്ലാഹു അല്ലേ? അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വേറൊരു അല്ലാഹ് ഉണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? പിന്നെ മനുഷ്യന്റെ ആവശ്യത്തിൽ അല്ലാഹ് ആദർശം നോക്കുന്നില്ലെങ്കിൽ, നമ്മൾ സൽക്കർമ്മം ചെയ്യാത്തത് കൊണ്ട് അല്ലാഹ് എന്തെങ്കിലും തരണമെങ്കിൽ ദർഗയിൽ പോകണമെന്ന ഈ കള്ളമായ പ്രചരണം ആരുടെ വകയാണ്? ജൂതന്റെ വകയാണ്. ജൂതന്റെ ഏജൻസികളെ വകയാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് കരുതിയിരിക്കണം, അത് ഷഹാദത്തിനെ ബാത്തിലാക്കാനുള്ളതാണ്. ഇതല്ലേ നമുക്ക് പ്രമാണം മനസ്സിലാക്കി തരുന്നത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, 13ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. നിങ്ങളെ ഉപ്പപ്പമാർ എത്ര വിഡ്ഢികളാണോ? ഈ 5 കബറുകൾക്ക് കല്ലെടുത്ത് വെച്ച് കണ്ടില്ലേ? ഈ കല്ലുകൾ മനോഹരമല്ലേ? ഈ പറയുന്ന ആയിരക്കണക്കിന് കബറുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ 5 കബറുകൾക്കില്ലേ? ഈ 5 കബറുകൾക്ക് പ്രത്യേകത ഉണ്ടെന്നല്ലേ മനസ്സിലാകുന്നത്? അതെ, നിങ്ങളെ ഉപ്പപ്പമാരാണിത്. ഒന്ന് മഹാനായ വദ്ദ് തങ്ങളാണ്, പിന്നൊന്ന് സുവാദ് തങ്ങളാണ്, പിന്നൊന്ന് യഹൂസ് തങ്ങളാണ്, പിന്നൊന്ന് യഹൂക്ക് തങ്ങളാണ്, പിന്നൊന്ന് നസ്ർ തങ്ങളാണ്. ഈ 5 തങ്ങളെ കബറാണിത്. ഈ തങ്ങന്മാര് ഈ രീതിയിൽ എത്തിവെച്ചിരിക്കുന്ന നിങ്ങളുടെ ആവശ്യത്തിനാണ്. നിങ്ങളെ ഉപ്പപ്പന്മാരെന്താ വിഡ്ഢികളാണോ? നിങ്ങളെ കാരണന്മാരെന്താ അത്ര വിഡ്ഢികളാണോ? മരിച്ചുപോയ മൗലാനമാരെന്താ അത്ര വിഡ്ഢികളാണോ? മരിച്ചുപോയ ശേഖന്മാരെന്താ അത്ര വിഡ്ഢികളാണോ ഈ രീതിയിലാക്കി തന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ 5 കബർ വെച്ചിട്ട് വേണം നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കാൻ. 13ാമത്തെ തലമുറ ഇലാ ഹളറത്തിലും ജാഹുവർക്കത്തിലും എത്തി. ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂലാ. ഇപ്പോഴാണ് റസൂൽ ആവശ്യമായി വന്നത്. ഇപ്പോഴാണ് റസൂൽ ആവശ്യമായി വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹിനെ ആ ഖൗമിലേക്ക് റസൂലാക്കി നാം നിയോഗിച്ചു. ഏത് ഖൗമിലേക്ക്? ഏത് ഖൗമിലേക്ക്? അന്ന് നിലവിലുള്ള ഖൗം ആരാണ്? അവര് മുസ്ലിമീങ്ങളല്ലാത്ത വേറെ ഏത് ഖൗമാണ് ആ കാലഘട്ടത്തിലുള്ളത്? അന്ന് കൃത്യമായി നിസ്കരിക്കുന്നവർ, നോമ്പ് നോക്കുന്നവർ, പള്ളിയും മദ്രസയും ഉള്ളവർ, ഇമാമും ഖതീബും മുദർരിസുമായി നിൽക്കുന്നവർ എല്ലാം ഉള്ള ഖൗമല്ലേ അത്? എന്തിനാണ് അവരിലേക്ക് നൂഹ് നബിയാക്കി അയച്ചത്? അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളെയും റബ്ബായ അല്ലാഹനെ മാത്രമേ നിങ്ങൾ വിളിക്കാവൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ആ അല്ലാഹു അല്ലാതൊരു ഇലാഹ് നിങ്ങൾക്ക് വേറെയില്ല. ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? നൂഹ് നബി ആ കൗമിനോട് ഇത് പറയാൻ ഇന്നാണെങ്കിൽ നമുക്ക് പറയാം, അവിടെ അമ്പരുണ്ട്, ഇവിടെ ചർച്ച ഉണ്ട്, ഇവിടെ മറ്റേതുണ്ട്, ഇവിടെ മറിച്ചതുണ്ട്. ആ കാലഘട്ടത്തിൽ അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അത് പറയാനുള്ള സാഹചര്യം ഈ 5 ഔലിയാക്കളെ ഖബറല്ലാതെ വേറെ എന്താണ് ചരിത്രത്തിലുള്ളത്? ഈ 5 ഖബറല്ലാതെ ചരിത്രമറ്റ് എന്താണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുക? ചരിത്രത്തിൽ നൂഹ് നബി പറഞ്ഞ ആ ഇലാഹ് ഈ 5 ഖബറുമായി ബന്ധപ്പെട്ട ഉലൂഹിയത്തല്ലെങ്കിൽ പിന്നെ എന്താ? അന്ന് വേറെ മതങ്ങളില്ല. നൂഹ് നബിക്ക് ശേഷമാണ് ദ്രാവിഡ മതം വരുന്നത്.
ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ആര്യമതം വരുന്നത്. മൂസ നബിക്ക് ശേഷമാണ് ജൂതമതം വരുന്നത്. ഈസ നബിക്ക് ശേഷമാണ്, ഈസ നബി ആകാശത്തിലേക്ക് പോയതിന് ശേഷമാണ് ക്രിസ്തുമതം വരുന്നത്. അല്ലേ? ഇതൊക്കെ നൂഹ് നബിക്ക് ശേഷം വന്നതല്ലേ? നൂഹ് നബിന്റെ വഫാത്തിന് ശേഷം വന്നതല്ലേ? പിന്നെന്തിനാണ് നൂഹ് നബി റസൂലായിട്ട് വന്നത്? ഏത് മതക്കാരെ നന്നാക്കാൻ, ഏത് മതക്കാരെ മതം മാറ്റാൻ, എന്താവശ്യത്തിന്? അതെ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ, നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നവർ, വിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ആദം നബിന്റെ നുബുവത്തിനെ ആദരിക്കുന്നവർ, ശീസ് നബിന്റെ നുബുവത്തിനെ ആദരിക്കുന്നവർ, ഇദ്രീസ് നബിന്റെ നുബുവത്തിനെ ആദരിക്കുന്നവർ, ആദം ഈ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അപകടം പറ്റിയിരിക്കുന്നു. എന്താ കാര്യം? ആവശ്യ പൂർത്തീകരണത്തിന് ഔലിയാക്കണ ജാറത്തിൽ ചെന്ന് ഇലാഹ നിർത്തി പറയാൻ തയ്യാറായപ്പോൾ അത് കൊടിയ ശിർക്കായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കി ആദം നബിന്റെ തത്വത്തിനെതിരാണ്, നൂഹ് നബി ശീസ് നബിന്റെ തത്വത്തിനെതിരാണ്, ഇദ്രീസ് നബിന്റെ തത്വത്തിനെതിരാണ്. അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസ്രത്ത് നൂഹ് നബി അല്ലാഹു തആല നബിയെ റസൂലാക്കി അയച്ചത്. അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം മെനക്കെട്ടില്ലേ? ഈ 950 കൊല്ലം മെനക്കെട്ടത് ഏത് സമൂഹത്തിനാണ്? വ്യത്യസ്ത മതങ്ങളിലാണോ? വ്യത്യസ്ത ജാതികളിലാണോ? ഈ അല്ലാത്ത വേറെ എന്തിന്റെങ്കിലും ഒരു പേര് ചരിത്രത്തെ തഫ്സീറിന്റെ കിതാബിലോ മറ്റോ കാണിച്ചു തരാൻ പറ്റുമോ? ഈ 5 ഔലിയാക്കന്മാരെ സംഭവം അല്ലാതെ. ഇബ്നു അബ്ബാസ് തഫ്സീർ പറഞ്ഞതായ 5 ഔലിയാക്കന്മാരെ പറ്റിയല്ലേ? വളരെ കൃത്യമല്ലേ 5 മഹാന്മാരെ പറ്റി? എപ്പോഴാണ് ഇത് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ ദഅവത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെ അവർ പുച്ഛിച്ച് തള്ളി. മൗലാനമാര് രംഗത്ത് വന്നു, ഷെയ്ഖുനമാര് രംഗത്ത് വന്നു, മുദരിസുമാര് രംഗത്ത് വന്നു, കമ്മിറ്റിക്കാർ രംഗത്ത് വന്നു. നൂഹ് നബിയെ പിരാന്തനാക്കി. നൂഹ് നബി അവര് കല്ലെറിഞ്ഞു. നൂഹ് നബി അവർ സാഹിറാണെന്ന് വിളിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 4 അയലത്തടുപ്പിച്ചില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 100 കൊല്ലം കഴിഞ്ഞു, 200 കൊല്ലം കഴിഞ്ഞു, 300 കൊല്ലം കഴിഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാതി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹുവേ, ഞാൻ എന്റെ ഖൗമിനെ രാവും പകലും ഒരുപോലെ ദഅവത്ത് ചെയ്തു. എന്താണ് ദഅവത്ത് ചെയ്തത്? ആ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാത്ത ഒരാളടുത്തും നിങ്ങൾ ആവശ്യമായിട്ട് പോകാൻ പാടില്ല. ഈ ഔലിയാക്കന്മാരടുത്ത് പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അത് അള്ളാഹുവിന്റെ തർത്തീബിനെതിരാണ്, അത് അള്ളാഹിന്റെ സുന്നത്തിനെതിരാണ്, അത് അള്ളാഹുവിന്റെ സിഫാത്തുകൾക്കും അസ്മാകൾക്കും എതിരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. ഇതല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ ദഅവത്ത്? അല്ലേ? നിസ്കരിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു നൂഹ് നബി, നോമ്പൊക്കെ പഠിപ്പിക്കുകയായിരുന്നു നൂഹ് നബി, ദിക്റെല്ലാം പഠിപ്പിക്കുകയായിരുന്നു നൂഹ് നബി, സലാത്തൊക്കെ പഠിപ്പിക്കുകയായിരുന്നു നൂഹ് നബി. എന്താണ് ഈ ദഅവത്ത് ഖൗമി ലൈലൻ വനഹാറ എന്നുള്ള വാക്കിന്റെ മാന? രാവും പകലും ഞാൻ ഒരുപോലെ ദഅവത്ത് ചെയ്തു. അല്ലാഹുവേ, ലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഒരു കുട്ടിയും ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല അല്ലാഹുവേ, ഒരാളും ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല അല്ലാഹുവേ, നീ മാത്രം എന്ന പ്രയോഗം ഇവർ പരിഹസിക്കുകയാണ്. അല്ലാഹുവേ, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഈ കുഫറിന്റെ ശക്തികളെ നീ കൈകാര്യം ചെയ്തേ പറ്റൂ. ഒരു വീട് പോലും ബാക്കിയില്ലാതെ നീ കൈകാര്യം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഇവിടെ കാഫിരീങ്ങൾ എന്ന് നൂഹ് നബി സംബോധനം ചെയ്തത് ആരെ സംബന്ധിച്ചാണ്? കൃത്യമായി നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പ് വെക്കുന്ന, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, കൃത്യമായി അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഈ സമൂഹം അവർ കാഫിറായത് എന്തുകൊണ്ടാണ്? അവർ ജാറത്തിൽ ചെന്ന് ഇലാഹ നിർത്തി പറഞ്ഞ അള്ളാഹ്ക്ക് പകരക്കാരെ കണ്ടെത്തി നിദ്ദൻ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പാർട്ണറെ കണ്ടെത്തി ശരീക്കൻ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സഹായിയെ കണ്ടെത്തി ലഹീറൻ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ശുപാർശകരെ കണ്ടെത്തി ഷഫീഅൻ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇടയാളെ കണ്ടെത്തി വസീലൻ. ഇതാണ് അവർ ചെയ്ത കുഫർ. അതിനെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം വേറെ ഏതോ ഒരു മതക്കാരായിരുന്നു, അത് മുസ്ലിങ്ങളായിരുന്നില്ല എന്ന്. അത് നൂഹ് നബിന്റെ പാരമ്പര്യമല്ല, അത് ആദം നബിന്റെ പാരമ്പര്യക്കാരല്ല, അല്ലെങ്കിൽ ശീസ് നബിന്റെ പാരമ്പര്യക്കാരല്ല, അല്ലെങ്കിൽ ഇദ്രീസ് നബിന്റെ പാരമ്പര്യക്കാരല്ല. അവർ വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നവരാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി ദുആ ചെയ്തത് വളരെ ചെറിയ ന്യൂനപക്ഷം. അന്ന് ഇറാഖിലെ ജനങ്ങളുള്ളൂ. കൂട്ടരെ വൻകരകളിലൊന്നും മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. ആഫ്രിക്ക വൻകരയിൽ ജനങ്ങളില്ല, അമേരിക്കൻ വൻകരയിൽ ജനങ്ങളില്ല, മിഡിൽ ഈസ്റ്റ് വരങ്ങളിൽ യൂറേഷ്യൻ വരങ്ങളിൽ ജനങ്ങളില്ല. അത് ഇറാഖിൽ മാത്രമാണ് മനുഷ്യൻ പെറ്റു പെരുകുന്നേ ഉള്ളൂ. ആദമിന്റെയും അവ്വാന്റെയും മക്കൾ പെറ്റു പെരുകുന്നേ ഉള്ളൂ. മക്കളുമായിട്ട് വരുന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നൂഹ് നബി അവരിലാണ് ദഅവത്ത് ചെയ്തത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് പറഞ്ഞു, ഓ നൂഹ്, തൽക്കാലം ദഅവത്ത് നിർത്തിക്കളാം. ഈ കുരുത്തം കെട്ട ജനങ്ങളെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഈ ജാറങ്ങളെയും ജാറത്തിന്റെ ആൾക്കാരെയും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ ദർഗകളെയും ദർഗന്റെ ആൾക്കാരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കപ്പൽ ഉണ്ടാക്കി, എന്റെ നിർദ്ദേശമനുസരിച്ചും എന്റെ മേൽത്തോട്ടത്തിൽ നിങ്ങളൊരു കപ്പൽ ഉണ്ടാക്കി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും തീരത്ത് നിന്ന് 2000 അടി അകലെയുള്ള മരുഭൂമിയിലേക്ക് പോയി, മലഞ്ചെരുവിലേക്ക് പോയി കപ്പലിന്റെ പണി ആരംഭിച്ചു. 950 കൊല്ലം മെനക്കെട്ടത് കഥ പറയാനല്ല, 300 കൊല്ലെടുത്തു കപ്പലിന്റെ പണി പൂർത്തിയാക്കാൻ. ഇമാം തബരി റഹ്മഹുല്ലാഹ് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആ കപ്പലിന്റെ നീളവും വണ്ണവും വീതിയും ആഴവും ഒക്കെ. ഒരു ലോകത്ത് ജീവിക്കുന്ന ജനസമൂഹത്തിന് മുഴുവൻ താമസിക്കാൻ സൗകര്യമുണ്ട് ആ കപ്പലില്. നിസ്സാരമല്ല കാര്യം. അള്ളയാണ് പറഞ്ഞു എന്ന കൂട്ടരും നോവലല്ല ഇത്, ഏതെങ്കിലും മൗലാനാന്റെയും ഷെയ്ഖുനാന്റെയും കറാമത്ത് പ്രസംഗമല്ല ഇത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിരിക്കുകയാണ് വിഷയം. ബഹുമാനപ്പെട്ട നൂഹ് നബിയെ കാണുന്നില്ല. മൗലാനമാര് രംഗത്തിറങ്ങി, ഷെയ്ഖുനമാര് രംഗത്തിറങ്ങി. എവിടെ പോയി നൂഹ്? അല്ല മാത്രം എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി ഭ്രാന്തൻ? ഇപ്പൊ കാണാനില്ലല്ലോ. അന്വേഷിച്ച് പുറപ്പെട്ടു കുറച്ച് ആൾക്കാര്. നൂഹ് നബിനെ അന്വേഷിച്ച് മനസ്സിലായി, നൂഹ് നബി ഒരു കപ്പലിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് മലമുകളിൽ എന്ന്. മൗലാനമാരും ഷെയ്ഖുനമാര് യോഗം കൂടി, മേലാളന്മാര്, മല എന്ന് പറഞ്ഞ മേലാളന്മാര്, നമ്മുടെ നാട്ടിലെ മൗലാന ഷെയ്ഖുന എന്നൊക്കെ പറയും പോലെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമിലെ മേലാളന്മാര് നൂഹിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. മലമുകളിൽ എത്തിയപ്പോൾ നൂഹ് നബി ടക്ക കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. നൂഹ് നബി കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കവേ സമൂഹം അവിടെ എത്തി, മേലാളന്മാർ അവിടെ എത്തി. സഖിറു മിൻഹു, പരിഹസിക്കാൻ തുടങ്ങി. ഓ നൂഹ്, ഇപ്പൊ ഇതാണോ പണി? ഇതുവരെ അല്ല മാത്രം എന്ന് പറഞ്ഞു നടന്നു. ഔലിയാക്കന്മാരും വേണ്ട, ശേഖന്മാരും വേണ്ട, മൗലാനമാരും വേണ്ട. ഇപ്പൊ ഗതി മുട്ടി കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇപ്പൊ കപ്പലുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നമ്മുടെ ജോലി തരാം, നമ്മുടെ ജാറത്ത് ഇലാദത്തിന്റെ ജോലി തരാം, നല്ല പൈസ ഉണ്ടാക്കാം. വേറൊരു ജോലിയും വേണ്ട. നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി നടക്കുന്നത്? എന്തിനാണ് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചീത്ത പറയും? നീ നല്ല കുടുംബത്തിൽ ജനിച്ച മോനല്ലേ, നീ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചവനല്ലേ, നീ എന്തിനാ ഇത്ര മോശമായത്? എപ്പോഴാ നീ തൗഹീദ് മുൻ നടക്കാൻ തുടങ്ങിയതല്ലേ നീ കുഴപ്പമായത്? ഞങ്ങൾ ഒന്നിച്ച് ജാറത്തിന് ആകുമ്പോ ആ തങ്ങമ്മ ആ വദ്ദിന്റെയും സുവാന്റെയും ജാറത്തിന് പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ എത്ര പൈസ കിട്ടും? നീ എന്തിനാണ് ഇങ്ങനെ സഹിറു മിന്നു പരിഹസിക്കാൻ തുടങ്ങി. നൂഹ് നബി ആണി അറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ വാക്ക്, ഇൻ തസ്ഖറു മിന്നാ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറു. കൂടുതലൊന്നും പരിഹസിക്കണ്ട, പരിഹാസമൊക്കെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്, സൂക്ഷിച്ചോ. ഒറ്റ വാക്ക്, പണി തുടങ്ങി. കപ്പലിന്റെ പണി പൂർത്തിയായി. അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഓ നൂഹ്, അടുത്ത ജോലി, രണ്ടാമത്തെ ജോലി, നിന്നൊന്നിച്ച് വിശ്വസിച്ച 70 പേരില്ലേ, വമാ ആമന മിൻഹും ഇല്ലാ ഖലീൽ, വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമല്ലേ എനിക്ക് തൗഹീദിന്റെ ഭാഗത്ത് കിട്ടിയുള്ളൂ. ഇറാഖിലെ മഹാഭൂരിപക്ഷം ജാറപ്പുറത്തെത്തിയില്ലേ, ശൈഖുനമാരും മൗലാനമാരും അവർക്ക് സപ്പോർട്ടല്ലേ. ആകെ മൊത്തം 70 പേരല്ലേ നിന്റെ ഒന്നിച്ചുള്ളത്. ആ 70 പേരോട് കപ്പലിലേക്ക് താമസം മാറ്റാൻ വേണ്ടി പറ. 70 പേരെ മാസങ്ങൾ കൊണ്ടല്ലേ കപ്പലിലേക്ക് താമസാക്കിയത്. യൂഫ്രട്ടീസിന്റെ തീരത്തുനിന്ന് നടന്നിട്ട് 2000 അടി അപ്പുറത്തെത്തണ്ട മലിന്റെ മുകളിൽ ഈ കെട്ടുമാറാപ്പൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് പുരകാലിയാക്കിയിട്ടല്ലേ പോയി താമസാക്കിയത്. ആ രണ്ടാമത്തെ ജോലിയും നൂഹ് നബി പൂർത്തിയാക്കി. ഇവിടെ 2 പാഠമുണ്ട്. ഒന്ന്, നൂഹ് നബി എത്രത്തോളം അള്ളാന്റെ അബുദായിട്ടുണ്ട് എന്ന് അള്ളാഹ്ക്ക് അറിയണം. ഇത് ദഅവത്തിന്റെ തൗഹീദിന്റെ പ്രബോധകന്മാരെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു സന്ദേശമാണ്, മെസ്സേജാണ്. നമ്മൾ ഈ പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പരിശോധിച്ചുകൊണ്ടിരിക്കും. ഈ പ്രസംഗിക്കുന്ന എന്നെ, ഈ പ്രസംഗിപ്പിക്കുന്ന നിങ്ങളെ, നമ്മൾ ഈ തൗഹീദ് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കും. ആ പരീക്ഷണത്തിൽ ജയിച്ചിട്ടില്ലെങ്കിൽ ഔട്ട്. ചിലപ്പോൾ അള്ളാഹു ഡിസ്മിസ് ആക്കിന്ന് വരും, ചിലപ്പോൾ അള്ളാഹ് സസ്പെൻഡ് ആക്കിന്ന് വരും, ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡാമേജുകൾ ഉണ്ടാക്കി മൂലക്കിരുത്തിന്ന് വരും. അള്ളാഹുവെ നീ കാക്കണം, ഇസ്തിഖാമത്ത് നസീബാക്കി തരണം. നമ്മുടെ ദുആ അതാണ്. കേൾക്കാൻ ആരും വേണ്ട, കാണാനും ആരും വേണ്ട. ഈ തന്ന സൗഭാഗ്യം ഡിസ്മിസിംഗ് ഇല്ലാതെ, സസ്പെൻഡിങ് ഇല്ലാതെ, ഡാമേജ് ഇല്ലാതെ മരിക്കുന്നത് വരെ ലൈവ് ആക്കി നിർത്തി ഈ രീതിയിൽ അല്ലാഹ് എന്നലറുമ്പോൾ മയ്യത്താവാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. ഇതാണ് നമ്മുടെ ദുആ. അതാണ് പരീക്ഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട യഖീൻ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു തആല യഖീൻ സുബൂതാക്കി തരട്ടെ, ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. അതാണ് വിഷയം. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് എത്രത്തോളം പെർഫെക്റ്റ് ആണ് അല്ലാഹ്ക്ക് അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. നൂഹ് നബി ചാഞ്ചാടുന്നുണ്ടോ? ജാറത്തിൽ പോയാൽ ഇലാഹൃത്യം പറഞ്ഞാൽ എനിക്കും പറ്റുമല്ലോ, ഒച്ച സാളൊക്കെ ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ടോ, അതോ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതാണ് അല്ലാഹ്ക്ക് അറിയേണ്ട ഒന്നാമത്തെ കാര്യം. നൂഹ് നബി 100 മാർക്കോടെ ജയിച്ചു.
എങ്ങനെ കപ്പലുണ്ടാക്കണമെന്ന് നൂഹ് നബി ചോദിച്ചില്ല. എത്ര അളവ് വേണം നൂഹ് നബി ചോദിച്ചില്ല. എന്ത് ചെയ്യണം നൂഹ് നബി ചോദിച്ചില്ല. അല്ലാഹ് കൽപ്പിക്കുന്നു, നൂഹ് നബി പ്രവർത്തിക്കുന്നു. അതാണ് തൗഹീദ്. അതാണ് തൗഹീദ്. അല്ലാഹ് കൽപ്പിക്കുന്നു, നൂഹ് നബി പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ ജോലി പറഞ്ഞു അല്ലാഹു തആല, നൂഹേ കാട്ടിൽ ചെന്നിട്ട് 2 മൃഗങ്ങൾ, ഓരോ മൃഗത്തിന്റെയും ഈ 2 ഇണകൾ, മിൻ കുല്ലിൻ സൗജൈനി സിനൈൻ, 2 ആണാന 2 പെണ്ണാന, 2 ആൺ സിംഹം 2 പെൺസിംഹം, 2 ആൺപുലി 2 പെൺപുലി, എല്ലാം ഈ 2 ഈച്ച പൂച്ച മുതൽ അങ്ങോട്ടെല്ലാം. ഒരു കോയിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെ മകളും മരുവനും കൂടി വിരുന്ന് വന്നു, ഒരു ബിരിയാണി വെച്ചു കൊടുക്കണം. കോഴിയൊക്കെ കൂട്ടുന്ന ഇളക്കി. വൈകുന്നേരം വരെ ഓടിയാൽ ഒരു കോയിനെ കിട്ടൂല. വൈകുന്നേരം കോഴി കൂട്ടിക്കേറിയാൽ വേണം കൊന്നിനെ പിടിക്കാതെ, അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ പോയിട്ട് വാങ്ങിയേ പറ്റൂ. എന്നാലോചിച്ച് നോക്കിയാൽ നൂഹ് നബിന്റെ അവസ്ഥ. കഥ പറയാനാണോ? അല്ലാഹു തആല കല്ലട് മുള്ളട് എന്ന് പറഞ്ഞിട്ട് പരീക്ഷിക്കുകയാണ് നൂഹ് നബിയെ. നമ്മളെയും പരീക്ഷിക്കും. തൗഹീദിന്റെ രാജപാത പരീക്ഷണത്തിനുള്ളതാണ്. തൗഹീദിന്റെ രാജപാത പരീക്ഷണത്തിനുള്ളതാണ്. ജയിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ മുവഹിദുകളായ സുഹൃത്തുക്കളോടാണ് ഈ പറയുന്നത്. ശൈത്താൻ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആ രാജപാതയിൽ നിന്ന് തെന്നി മാറാൻ പിടുത്തം കൊടുക്കരുത് ശൈത്താന്. ഉറച്ചു നിന്നുകൊള്ളണം. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതെന്റെ തൗഹീദിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വിഷയം എൻ്റെ തൗഹീദാണ്, എൻ്റെ ആദർശമാണ്, എൻ്റെ ഹിദായത്താണ്. ഞാൻ സസ്പെൻഡിങ്ങിന് നിന്നുകൊടുത്തുകൂടാ, ഞാൻ ഡിസ്മിസിങ്ങിന് നിന്നുകൊടുത്തുകൂടാ, ഡാമേജുകൾ സംഭവിച്ച് ഞാൻ മൂലക്കിരുന്നുകൂടാ. ഞാൻ എപ്പോഴും സജീവമാവണം. ലൈവായി ആ ഷഹാദത്തിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത്തെ പരീക്ഷയിൽ 100 മാർക്കോടെ ജയിച്ചു. അവസാനം കൽപ്പന വന്നു, നൂഹ് സമയമായിരിക്കുകയാണ്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ആകാശവും ഭൂമിയും ഇരുട്ടി. ആകാശത്തോട് കൽപ്പന, അള്ളാഹുവിന്റെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനും താഴോട്ടിറക്കണം. ഭൂമിക്ക് കൽപ്പന, അള്ളാഹുവിന്റെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം മുഴുവനും പുറത്തേക്ക് തള്ളണം. ആകാശവും ഭൂമിയും ഒന്നിച്ച് തള്ളാൻ മെനക്കെട്ടപ്പോൾ യൂഫ്രട്ടീസും നിറഞ്ഞു, ടൈഗ്രീസും നിറഞ്ഞു, അവസാനം കടലും കരയും നിറഞ്ഞു, മരുഭൂമിയിലെത്തി, അവസാനം കപ്പലുണ്ടാക്കി വെച്ച സ്ഥലത്തെത്തി. നൂഹ് നബിന്റെ കപ്പൽ ആ ജനങ്ങളെയും കൊണ്ട് തിരമാലക്ക് മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. ഖുർആൻ പർവ്വതത്തോളം ഉയരമുള്ള തിരമാലക്ക് മുകളിലൂടെ ബഹുമാനപ്പെട്ട നൂഹ് നബിയും ആ കൗമും നടക്കുകയാണ്. നൂഹ് നബി കാണുകയാണ് കപ്പലിൽ നിന്ന് ദർഗകളെല്ലാം തകർന്ന് തരിപ്പണമായി ഒഴുകുകയാണ്. മൗലാനമാരും ശൈഖനമാരും മയ്യത്തായിട്ട് ഒഴുകുകയാണ്. ജനങ്ങൾ മുഴുവനും നശിച്ച് തീരുകയാണ്. അത് മരിച്ചു തീരുകയാണ്, തകർന്നടിയുകയാണ്. കോട്ടക്കൊത്തളങ്ങൾ പൊളിഞ്ഞ് തരിപ്പണമാകുകയാണ്. എല്ലാ വെള്ളവും എല്ലാ സ്ഥലത്തും എത്തി. അതിൻ്റെ ഇടയിൽ നൂഹ് നബി കാണുന്നു തന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ചുഴിയിൽ മുങ്ങി ചാകുന്നതായിട്ട്. ഓ മോനെ, ഓ മോനെ, ദാ ഈ കപ്പലിൽ കയറിക്കോ മോനെ. ഫലാ തകും മഅൽ കാഫിരീൻ. മോനെ, ഈ കപ്പലിൽ കയറി, തൗഹീദിന്റെ കപ്പലിൽ ഒന്നും രക്ഷയില്ല. ഒരാളും നിന്നെ രക്ഷപ്പെടുത്താൻ വരൂല. ഒരു ശൈഖിനെ കൊണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു ഇലാഹലത്തി കൊണ്ടും രക്ഷപ്പെടൂല. ഒരു ഭണ്ഡാര പൈസ കൊണ്ടും രക്ഷപ്പെടൂല. ഒരു റാത്തീബ് കൊണ്ടും രക്ഷപ്പെടൂല. ഒരു മൗല ഒന്നും രക്ഷപ്പെടൂല മോനെ. ഫലാ തകും മഅൽ കാഫിരീൻ. ഈ കാഫിരീങ്ങളോടൊപ്പം നീ ചാകണ്ടായത്. ഇവിടെ മഅൽ കാഫിരീൻ എന്ന് നൂഹ് നബി പറഞ്ഞത് ആരെ സംബന്ധിച്ച? സ്വന്തം മോനോട് നീ കാഫിരിങ്ങളെ കൂട്ടത്തിൽ നശിക്കണ്ട എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? അന്ന് നിലവിലുള്ള കാഫിരിങ്ങൾ ആരാ? ചരിത്രത്തില് നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ചരിത്രത്തിൽ ആരാ? നൂഹ് നബിന്റെ മോൻ മറുപടി പറഞ്ഞു, ബാപ്പാ, നിങ്ങൾ തൗഹീദിന്റെ കപ്പലിലേക്ക് ഞാനില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളെ ശൈഖുന നരകത്തിലേക്കാണെങ്കിൽ നമ്മളും നരകത്തിലേക്ക്, നമ്മളെ മൗലാന നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിലേക്ക്. നീ ഫിറൗന്റെ ഭാഷ, നൂഹിന്റെ മോന്റെ ഭാഷ. ബാപ്പാ, നിങ്ങളെ തൗഹീദിന്റെ കപ്പലിലേക്ക് ഞാനില്ല. ഈ മലന്റെ മേലെ കയറി രക്ഷപ്പെടും ഞാൻ, എന്നാലും നിങ്ങളൊന്നും ചെയ്യാനില്ല. ബാപ്പാന്റെ മറുപടി, പൊന്നുമോനെ, ഇന്നത്തെ ദിവസം ആരെ കൊണ്ടും രക്ഷപ്പെടുത്താൻ പറ്റൂല മോനെ. ഒരു മലയിലും രക്ഷയില്ല മോനെ. ഒരു കേസത്തിനും രക്ഷയില്ല മോനെ. അള്ളാഹു അനുഗ്രഹിച്ച മുവഹിദീങ്ങൾ ഈ കപ്പലിൽ കയറിയവരല്ലാതെ. ബഹുമാനപ്പെട്ട നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞത്, നിന്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഓ നൂഹ്, ആദർശബന്ധത്തിൽ മാത്രമേ മോനായി പരിഗണിക്കാൻ പറ്റുള്ളൂ. ശുക്ലബന്ധം കൊണ്ട് മാത്രം മോനായി പരിഗണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അല്ലാഹു തആല നൂഹ് നബിയോട്. എന്താ പറഞ്ഞേ? ഭാഷ മനസ്സിലായോ?
ശുക്ലബന്ധം കൊണ്ട് മാത്രം മോനാന്ന് പറയാൻ പറ്റൂല, ആദർശബന്ധം കൂടി ഉണ്ടെങ്കിലേ മോനാന്ന് പറയാൻ പറ്റുള്ളൂ. നിന്റെ മോൻ അമലുൻ ഗൈറു സാലിഹ്, ആദർശബന്ധം നിന്നോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് നിന്റെ മോനായിട്ട് നീ പരിഗണിക്കണ്ട, അവനെ വിട്ടേക്ക്. ഫഹാല ബൈനഹുമൽ മൗജ്, ഉപ്പാന്റെയും മോന്റെ ഇടയിൽ ഒരു വലിയ തിരമാല മറയാക്കി അല്ലാഹു തആല. വകാന മിനൽ മുഗ്റഖീൻ, ആ കൗമിനോടൊപ്പം ആ പൊന്നുമോൻ മുങ്ങിച്ചത്തു. ഇതല്ലേ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല മലയോട് ആകാശത്തോട് പറഞ്ഞു, യാ സമാഉ വഖ്ലിഇ യാ അർളു ബിലഇ മാഅകി വ യാ സമാഉ വഖ്ലിഇ, ഓ ഭൂമി നീ പുറത്തേക്ക് വിട്ട വെള്ളത്തെ മുഴുവനും നീ വലിച്ചോ, ആകാശമേ നീ ഇറക്കിയ വെള്ളത്തെ നീ മുഴുവനും മുകളിലോട്ട് വലിച്ചോളിൻ. ഒറ്റ സമയം കൊണ്ട് രണ്ടു ആയപ്പോൾ വസ്തവത്ത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിൽ നൂഹിന്റെ കപ്പൽ നങ്കൂരമിട്ടു. 70 പേരും അവിടെ ഇറങ്ങി. 1-ാം അധ്യായം ഇങ്ങനെ അവസാനിച്ചു. ഇതല്ലേ ഇസ്ലാമിന്റെ 1-ാമത്തെ ചരിത്രം. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ, ഇനി അങ്ങോട്ട് ഇബ്രാഹിമ വ ആല ഇമ്രാനിലെത്ത്, എന്നിട്ട് അഷ്റഫുൽ ഖൽഖിലെത്ത്, എന്നിട്ട് 2000-ലെത്ത്, കർണാടകയിലെത്ത്, മംഗലാപുരത്തെത്ത്. അപ്പോഴല്ലേ ചരിത്രത്തിന്റെ ഇന്നലെയും ഇന്നും കൂടി ബന്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമാകുന്ന സൗധത്തിന് ചരിത്രപരമായ ബന്ധം. ഒരു ഭാഗത്ത് അല്ലാഹ് മാത്രം, മറുഭാഗത്ത് ജാറങ്ങളിലൂടെയുള്ള ശിർക്ക്. ഇത് രണ്ടും കൂടിയാണ് എല്ലാ കാലഘട്ടത്തിലും ഏറ്റുമുട്ടിയത്. മതങ്ങളോ ജാതികളോ ഒന്നല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ശിർക്കിന്റെ ആധികാരിക കേന്ദ്രം ജാറങ് ദർഗകളാണ്. തൗഹീദിന്റെ ആധികാര കേന്ദ്രം അല്ലാഹുവിന്റെ ആധിപത്യവും ആണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ. ഇതാണ് നമ്മുടെ ദഅവ. എന്റെ നഫ്സോട്, ഈ ഇരിക്കുന്ന നിങ്ങളോട്, ഈ നാട്ടുകാരായ മുസ്ലിമീങ്ങളോട്, മുദരിസുമാരോട്, ഖത്തീബുമാരോട്, ഖാദിമാരോട് വളരെ വിനീതമായ അപേക്ഷ. ദീനുൽ ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദ. നിങ്ങളുടെ കയ്യിലാണ് മിമ്പറുകൾ, നിങ്ങളുടെ കയ്യിലാണ് മെഹ്റാബുകൾ, നിങ്ങളുടെ കയ്യിലാണ് ഈ ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെ ആധിപത്യം. ഇസ്ലാമിന് ഒരു 1-ാം കാര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നാം ഷഹാദത്ത് കൊടുത്തിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ജാറങ്ങളെ കൊണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ തരീഖത്തുകളെ കൊണ്ടും ശൈഖുകളെ കൊണ്ടും പൊളിഞ്ഞിരിക്കുകയാണ്. നാം ഷഹാദത്തിലേക്ക് തിരിച്ചു പോകണം. എത്രയും പെട്ടെന്ന് ഷഹാദ പുനർജീവിപ്പിക്കണം. എത്രയും പെട്ടെന്ന് നമ്മുടെ ഷഹാദ സഹിയാക്കണം. എങ്കിലേ ഉള്ളൂ ഭാവി ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ എന്ന് എന്റെ നഫ്സോട് ഞാൻ പറയണം. നിങ്ങൾ ഓരോരുത്തരും നാം നമ്മുടെ കുടുംബത്തോട് പറയണം. ഇത് നാം ഈ നാട്ടിനെ അറിയിക്കുന്നു. എന്തിന്? നാളെ തന്നെ മെമ്പർഷിപ്പ് എടുത്തിട്ട് സലഫി പള്ളിയിലേക്ക് പോകുന്നത് നമ്മൾ പറയുന്നില്ല, നടക്കൂല, നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമുക്കൊരു ധൈര്യമുണ്ട്. എന്താ? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയുന്ന ദിവസം. സഹാബാക്കൾ ചോദിച്ചു, മാ അഖ്ബാറുഹാ യാ റസൂലല്ലാഹ്, ഭൂമിക്ക് എന്താണ് പറയാനുള്ളത് നബിയെ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഭൂമിയിൽ ഒരു അടിമ, ഒരു അടിയാത്തി, ഒരു അബദ്, ഒരു അമത്ത് ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നാളെ ആഖിറത്തിൽ അത് വിചാരണ വെക്കും. ആ വിചാരണക്ക് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും, എല്ലാ വണ്ട് ജന്തു ജീവി പ്രാണികളും പക്ഷി പർവ്വജാതികളും സസ്യലതാദികളും അള്ളാഹുവിനോട് പറയും, ഇന്നാള് ഇന്ന സ്ഥലത്ത് ഇന്ന സമയം ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സാക്ഷിയാണ്. ഹാദിഹി അഖ്ബാറുഹാ, ഇതാണ് ഭൂമിക്ക് പറയാനുള്ളത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, ഈ പരിസരത്തെയും പരിസരത്തിലെ സസ്യലതാദികളെയും ഇവിടുത്തെ പക്ഷി പർവ്വജാതികളെയും ഇവിടുത്തെ ഈച്ച വണ്ടു ജന്തു ജീവി പ്രാണികളെയും ഈ ഇരിക്കുന്ന ജനസമൂഹത്തെയും അതേപോലെ തന്നെ ഈ സംഘടിപ്പിച്ച SKSM-ന്റെ ധീരന്മാരായ അള്ളാഹുവിന്റെ ദഅവത്തിന്റെ തൗഹീദിന്റെ പ്രവർത്തകന്മാരെയും അള്ളാഹു നാളെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇവിടുത്തെ പക്ഷി പർവ്വജാതികളെ കൊണ്ടും വന്ത് ജീവികളെ കൊണ്ടും പറയിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നന്നായിട്ട് അറിയാം, ഒറ്റയടിക്ക് നിങ്ങളങ്ങ് വിഴുങ്ങുന്നില്ല. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആരെങ്കിലും വരാനുണ്ടാകും. ഇതിനെല്ലാം മൊയ്തിമാല പാടിയിട്ട് തെളിവ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കാം, തെളിവ് എന്നെ വിളിച്ചോവരേതും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടില്ലേ? അതേപോലെ തന്നെ അള്ളാഹു തല ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാരെയും. അതെ, ഞാനാണ് അവരെ കാവലെന്നോവർ. അങ്ങനെ ഖുർആനെയും ഹദീസിനെയും ഖണ്ഡിക്കാൻ മൊയ്തിമാലയും ബദറുമാലയും പാടാൻ വേണ്ടി ആൾ വരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ കാര്യം ഈ നാട്ടിലെ ജനങ്ങളെ എത്തിക്കുക. ഈ ശബ്ദം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിൽക്കണം. ഈ ഒരു കാലം വരെ അത് ഖിയാമത്ത് നാളെ സംഭവിച്ചാൽ ഈ ശബ്ദം നാളെ ആഖിറത്തിൽ ഹാജരാക്കണം. ഉടമസ്ഥന്റെ മുമ്പിൽ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. തൗഹീദിന്റെ ശബ്ദം ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട്. റിസാലത്തിന്റെ ശബ്ദം ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് ധൈര്യമായി പറയാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നാം ഇത്രയും ത്യാഗം ചെയ്യുന്നത്. അതുകൊണ്ട് ആരും മനസ്സിലാക്കി പോകരുത്, ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് മെമ്പർഷിപ്പ് കൊടുത്ത് സലഫി
വെള്ളെത്തിക്കലാണ് ഇവരെ പരിപാടി. ബേജാറൊന്നും ആവണ്ട, അത് നടക്കൂല. ഒരു 100 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു 10 ആളെ കിട്ടിയാൽ ഞങ്ങളത് വലിയ ലാഭമായിട്ട് കാണും. ഒരു 100 കൊല്ലത്തിനിടയിൽ 10 ആളെ കിട്ടിയാൽ, 100 കൊല്ലത്തിൽ 10 ആളെ തേക്കാൻ നൂരബിക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ 950 കൊല്ലം കൊണ്ട് കിട്ടിയത് 70 ആളാണ്. 100 ആൾ തേഞ്ഞിട്ടില്ല ഒരു കൊല്ലം കൊണ്ട്. 100 പിന്നെ 950 കൊല്ലം കൊണ്ട് ഇല്ലേ? അപ്പോൾ ഒരു കൊല്ലത്തിൽ എത്ര കിട്ടിയിട്ടുണ്ടാവുക? ഒരു കൊല്ലത്തിൽ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 950 ആൾ വേണ്ടേ? ഒരാളെ ഒരു കൊല്ലത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 950 ആൾ വേണ്ടേ? ഇതാണ് ദൈവത്തിന്റെ പ്രബോധനത്തിന്റെ ചരിത്രം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നിച്ച് ആകെ 4 ആള്. ബഹുമാനപ്പെട്ട ആജറ, ബഹുമാനപ്പെട്ട സാറ, ബഹുമാനപ്പെട്ട ഇസാക്ക്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ. ഈ 5ാമത്തെ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് പോകുമ്പോൾ സാറാ ബിവി ഒറ്റക്ക്. സിറിയയിൽ താമസിക്കുമ്പോൾ സാറയും ആജറയും അവിടുന്ന് 2 മക്കളുണ്ടായത്. അവിടുന്ന് മക്കത്തേക്ക് പോകുക ഹാജറാനെയും ഇസ്മായിലിനെയും കൂട്ടിയിട്ട് 2 ആള്. 3ാമത്തെ ഒരാളെ കാണിച്ചു തരാൻ സാധിക്കും ചരിത്രത്തിൽ? ഇബ്രാഹിം ആകുന്ന ഖലീലുള്ളാഹ് ആകെ കിട്ടിയത് 4 ആള് അല്ലേ? മുഹമ്മദ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിലല്ലേ ഈ 10 ആള് കൂടിയിരിക്കുന്നത് അല്ലേ? സന്തോഷവാന്മാരാകുക, മുവഹിദുകൾ സന്തോഷവാന്മാരാകുക, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ സന്തോഷവാന്മാരാകുക. നിങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഈ കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ വഹദാനിയത്ത് പറയാനും കേൾക്കാനും അവസരമുണ്ടാക്കാൻ രാവും പകലും മെനക്കിടുന്ന നിങ്ങൾ, മൈക്ക് കിട്ടിയാൽ പ്രസംഗിക്കുന്ന നമ്മളെക്കാൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. തഖ്വയുടെ ഏറ്റവും ഒന്നാമത്തത് ഉഅ്ബുദുല്ലാഹ് ലാ തുശ്രികൂ ബിഹി ശൈആ. അതാണ് തഖ്വയുടെ ഒന്നാമത്തെ, വിലായത്തിൻ്റെ ഒന്നാമത്തെ അടയാളം. എന്താണ്? തൗഹീദ് പെർഫെക്റ്റ് ആകുക എന്നതാണ്. അതാണ് വിലായത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും എനിക്കും നിങ്ങൾക്കും ഈ നാട്ടുകാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ഭാരവാഹികൾക്കും എല്ലാവർക്കും അവൻ്റെ ഔദാര്യം കൊണ്ട് ഹക്കായ വഴിയിൽ അല്ലാഹു തആല ഇൻഷിറാഹ് നസീബാക്കി തരട്ടെ. ഈ ഷഹാദത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായി ലൈവായി ഒരു പോറലും ഏൽക്കാതെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരെ കൂട്ടത്തിൽ, ആ പ്രത്യേകക്കാര മുഖറബീങ്ങളെ കൂട്ടത്തിൽ കാലാകാലം താമസിക്കാൻ ഒരു ഇടം കിട്ടണം. അല്ലാഹ്, നീ നിന്റെ മഹലായ ഫضل കൊണ്ട് അവസരമുണ്ടാക്കി തരണേ അല്ലാഹുവേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله على خير